എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1411 ദിവസം. ഇന്ന് നമുക്ക് മലയാളം സെഷനിൽ ഒരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുന്നത് മറ്റാരുമല്ല, സൂമിന്റെ അമ്മയും എന്റെയും അമ്മയും കൂടിയായിട്ടുള്ള ഡോക്ടർ രമാദേവി അമ്പാടി ആണ് ഇന്നത്തെ ക്ലാസ് നയിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് ശ്രമിക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്നത്തെ ക്ലാസ് നമുക്ക് നമ്മുടെ അമ്പാടിയമ്മ നമുക്ക് ധാരാളം ക്ലാസ്സുകൾ നമുക്ക് ഇതിനകം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോമിയോപ്പതിയുടെ യശസ് ഉയർത്തുന്ന ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിൽ ഹോമിയോപ്പതിയുടെ തന്നെ യശസ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അമ്പാടിയമ്മയാണ് നമുക്കിന്ന് ക്ലാസ് എടുക്കാനായി എത്തിയിട്ടുള്ളത്. വളരെ ആദരപൂർവ്വം ഞാൻ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഡോക്ടർ രമാദേവി അമ്പാടിയെ സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് തുടങ്ങും. നന്ദി. ആദ്യമായിട്ട് എനിക്ക് ജന്മം തന്ന എൻ്റെ മാതാപിതാക്കളോടും അതുപോലെ തന്നെ ഈ വിദ്യ ഹോമിയോപ്പതി കണ്ടുപിടിച്ച അനിമാനോടും അതുപോലെ ബാച്ച് ഫ്ലവർ റെമഡി എന്ന് പറഞ്ഞ ആ ബാച്ച് ഫ്ലവർ റെമഡീസ് കണ്ടുപിടിച്ച ഡോക്ടർ ബാച്ചിനോടും അതുപോലെ തന്നെ എനിക്ക് വിദ്യ പകർന്നു തന്ന എൻ്റെ ഗുരുനാഥന്മാരോടും പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഈ അവസരം തന്ന ഈ IFHന്റെ സാരഥികളായോടും എല്ലാവരോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ തുടങ്ങാം. ഇന്നൊരു 11 മണിയോടെയാണ് ഞാൻ പേഷ്യന്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ധനേഷ് വിളിച്ചിട്ട് രഞ്ജിത്ത് ഇന്ന് മലയാളം എടുക്കാൻ ആരുമില്ല, ദയവ് ചെയ്ത് മലയാളം എടുക്കണം എന്ന് പറഞ്ഞത്. അപ്പോ ഞാൻ വിചാരിച്ചത് ഈ IFH ഇങ്ങനെ കൊണ്ട് 3-3.5 കൊല്ലം ഈ IFH ഇങ്ങനെ കൊണ്ട് നടക്കുന്ന അതിന്റെ സാരഥികളായ ധനേഷും മനോജും ഭൂപട്ടും ഒക്കെ എന്തെങ്കിലും എന്നോട് ആവശ്യപ്പെട്ടാൽ നോ എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. അതിന് കഴിയണമെങ്കിൽ ഞാൻ വല്ല മരുന്നും കഴിക്കണം. അതിന് പറ്റിയ മരുന്നാണ് സെഞ്ചോറി. അപ്പൊ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇന്ന് ഞാൻ വിചാരിച്ചു ധനേഷ് നേരത്തെ ചോദിക്കുന്ന അറിയായിരുന്നെങ്കിൽ ഈ സെഞ്ചോറി ഒരു ഡോസ് കഴിച്ചിട്ട് ഇരിക്കായിരുന്നു, അപ്പൊ എനിക്ക് ധൈര്യമായിട്ട് നോ ധനേഷ് എന്ന് പറയായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ എന്നും വിചാരിച്ച് ഞാൻ ചിരിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ഇന്നത്തെ ദിവസം ഈ ബാച്ച് ഫ്ലവറിനെ പറ്റി തന്നെ ആവട്ടെ, എന്തെങ്കിലും നമുക്ക് ഡിസ്കഷൻ ചെയ്യാൻ എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഇന്നിപ്പോ ഞാൻ എൻ്റെ ബാച്ച് ഫ്ലവർ റെമഡിയെ പറ്റിയാണ് കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നത്. പിന്നെ ഇത് ഞാൻ ഇതിനെ പറ്റി പറയാൻ ഇനിയൊരു കാരണം കൂടിയുണ്ട്. നമ്മുടെ സുഗതൻ സാറും അതുപോലെ തന്നെ ഗോപികൃഷ്ണനും PK നമ്പൂരിയൊക്കെ ഈ ബാച്ച് ഫ്ലവേഴ്സ് ഇത് ക്ലാസ് എടുക്കുമ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ഈ അതിന്റെ ഏത് പൊട്ടൻസിയാണെന്നൊക്കെ. അപ്പൊ എനിക്ക് മനസ്സിലാവാറുണ്ട് അതിന് ബാച്ച് ഫ്ലവറിന് പൊട്ടൻസി ഇല്ല, ഒരു ഇതിലേ ഉള്ളൂ. അപ്പൊ അത് ഈ ബാച്ച് ഫ്ലവറിനെ പറ്റി ശരിക്കും അറിയാത്തതുകൊണ്ടാണ് അവർ ചോദിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പൊ ബാച്ച് ഫ്ലവറിനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് എൻ്റെ ഒരു സന്ദർഭം കിട്ടിയാൽ പറയണമെന്ന് അന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പൊ ഇന്നിപ്പോ സെഞ്ചോറിയെ പറ്റി ചിന്തിച്ചപ്പോ ഞാൻ വിചാരിച്ചു എന്നാ ഇത് തന്നെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നിപ്പോ ഞാൻ ഈ സംരംഭത്തിന് തുടങ്ങുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ 3:30ക്കാണ് എന്നെ വിളിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഒരു 1-1.5 മണിക്കൂർ 2 മണിക്കൂർ എനിക്ക് സമയം കിട്ടിയുള്ളൂ. പിന്നെ വൈകുന്നേരം പേഷ്യന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് മുഴുവനായിട്ടൊന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഈ പ്ലാറ്റ്ഫോമില് ഞാൻ ഗുരുതുല്യനായിട്ട് ഞാൻ കാണുന്ന അത് ഈ ഇത്രയും ഒരു വളരെ പ്രായം ചെന്ന ഒരു സാറാണ്. എന്നിട്ടും ഈ വയസ്സിലും അറിവ് പകർന്നു കൊടുക്കാൻ ഒരു മടിയില്ലാത്ത ഈ നമ്മുടെ സുഗതൻ സാറുണ്ട്, പിന്നെ ഗോപികൃഷ്ണനുണ്ട്, പിന്നെ PK നമ്പൂരി ഉണ്ട്, ഭാഗ്യമുണ്ട്, പിന്നെ എൻ്റെ ഏറ്റവും ആത്മമിത്രമായ എൻ്റെ ശാന്തയുണ്ട്. ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ സാഹസത്തിന് മുതിരുന്നത്. എന്തെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞാൽ അവരത് ഏറ്റുപിടിച്ച് കറക്റ്റ് ചെയ്തോളുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ സാഹസത്തിന് മുതിരുന്നത്. എന്തായാലും ആദ്യം നമുക്ക് എന്താണ് ഈ ബാച്ച് ഫ്ലവർ എന്ന് നോക്കാം. അതായത് 1936 എഡ്വേർഡ് ബാച്ച് എന്നൊരു MBBS-ഉം FRCS-ഉം കഴിഞ്ഞ ഒരു ഡോക്ടർ, അദ്ദേഹം ഹോമിയോപ്പതിയും പ്രാക്ടീസ് ചെയ്തിരുന്നു. ആ ഡോക്ടർ ഈ നമ്മുടെ നമ്മുടെ ഗൗതമ ബുദ്ധനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഹനുമാൻ തന്നെ
ഹനുമാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വിദ്യ കൊണ്ട് ശരിക്കും മറ്റുള്ളവർക്ക് വിചാരിച്ച ഫലം കൊടുക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ അതേ സമയത്ത് അതിന് ആഫ്റ്റർ എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഹനുമാൻ ഈ പ്രാക്ടീസ് നിർത്തി. എന്നിട്ട് പിന്നെ വേറെ ഓരോ കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നു. അതായത് ജീവിക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തും ഇതൊക്കെ. പക്ഷെ നമ്മളുടെ ഭാഗ്യം കൊണ്ട്, അതായത് പൈലോ കൊയ്ലോന്റെ ഒരു പുസ്തകത്തിലുണ്ട്, നമ്മൾ എന്തെങ്കിലും ഗാഢമായിട്ട് ചിന്തിച്ചാൽ പ്രകൃതി തന്നെ നമുക്ക് അതിനുള്ള ഒരു അവസരം ഒരുക്കി തരുന്നതാണ്. അതുപോലെ ഹനുമാന് ആ അവസരം ഒരുക്കി കൊടുത്തു. സിങ്കോണ എന്നുള്ള ഒരു മെഡിസിൻ ഇത് ചെയ്തപ്പോ, ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ അതിന് മലേറിയ സുഖപ്പെടുത്തുന്നൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ അത് എല്ലാവർക്കും അറിയാലോ, അങ്ങനെ ആ ഹോമിയോപ്പതി കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഗൗതം ബുദ്ധനാണെങ്കിലും ഈ എത്ര എത്ര ഇതുണ്ടായിട്ടും സ്വത്തുണ്ടായിട്ടും മറ്റുള്ളവരുടെ ദുഃഖവും അതും എല്ലാം കണ്ടിട്ട് അതില് വിഷമം വിചാരിച്ചിട്ടാണ് എല്ലാം ത്യജിച്ച് ഈ സന്യാസം സ്വീകരിച്ചത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബാച്ച് ഡോക്ടറായിരുന്നു, ഹോമിയോപ്പതി അറിയാം, അലോപ്പതി അറിയാം, എന്നിട്ടും ശരിക്കും ചികിത്സിക്കാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാം ഉപേക്ഷിച്ച് ഒരു കാട്ടില് വാസ്തവത്തിൽ അലഞ്ഞു തിരിയായിരുന്നു. എന്തെങ്കിലും ഒരു വഴി, ഒരു പുതിയ ഒരു ഇത് കിട്ടും എന്നുള്ള ഒരു എന്താണ് ഒരു ആഗ്രഹത്തോടെയും അങ്ങനെയുള്ള എന്താ വിശ്വാസത്തോടെയും. അപ്പോ ആ സമയത്താണ് ഈ നമ്മുടെ ഈ നമ്മൾ പറയുന്ന ഈ ബാച്ച് ഫ്ലവർ റെമഡീസ്, ആകെ 38 മെഡിസിൻ ആണുള്ളത്. ആ 38 മെഡിസിനിൽ 37 ഫ്ലവറിൽ നിന്ന് എടുക്കുന്നതാണ്. ഒന്ന് മാത്രമേ ഉള്ളൂ, അതായത് ഈ അൺടച്ച്ഡ് ആയിട്ടുള്ള, അതായത് ഒന്നും ആരും തൊടാത്ത പാറകളുടെ ഇടയിലുള്ള ഒരു വെള്ളത്തിൽ നിന്നാണ് ഇനി ഒരു മെഡിസിൻ എടുക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ ഈ വെജിറ്റബിൾ കിങ്ഡം അല്ലാത്തുള്ളത്. അത് റോക്ക് വാട്ടർ എന്നാണ് അതിന് പറയുന്നത്. ബാക്കി എല്ലാം ഫ്ലവേഴ്സ് ആണ്. അപ്പൊ അങ്ങനെ അതിലെല്ലാം അത് ആ ഫ്ലവേഴ്സും ഉണ്ട്. ഈ ഫ്ലവേഴ്സ് ആണെങ്കിൽ അത് ഒരു എന്താ പറയുന്ന ഒരു അതിന്റെ സ്ഥലത്തിന്റെ പേര് ഒരു മൗണ്ട് വേർണൻ എന്ന ഒരു കാട്ടിനുള്ളിൽ നിന്നാണ് ഈ മെഡിസിൻ എല്ലാം, ഈ ഫ്ലവേഴ്സ് എല്ലാം കണ്ടുപിടിച്ചത്. അത് ആ കാട്ടില് ഈ 37 ഫ്ലവറിങ് ട്രീസും ഒരുമിച്ചുണ്ടാവുന്നുണ്ട്. ലോകത്ത് ഒരിടത്തും ഇങ്ങനെ ഈ 37 ട്രീസും ഉണ്ടായിട്ടില്ല. ആ കാട്ടിനുള്ളിൽ മാത്രമാണ് അത് ഉണ്ടായിരിക്കുന്നത്. അത് മാത്രമല്ല, പിന്നെ ഒരു ഇതുണ്ട്, ഈ ബാച്ച് ഫ്ലവർ റെമഡിയുടെ വേറൊരു ഇതെന്ന് വെച്ചാല്, അത് നമ്മൾ ആ കാട്ടിനുള്ളിൽ പ്രകൃതിക്ക് അനുസരിച്ച് വളരുന്ന ആ മരത്തിന്റെ ഫ്ലവറിൽ നിന്ന് വേണം മെഡിസിൻ എടുക്കാൻ. അല്ലാതെ നമ്മളിപ്പോ ഒരു ഇത് എന്താണ് ഇപ്പൊ സെന്റോറി ആ ട്രീ കൊണ്ടുവന്ന് നമ്മൾ നട്ട് വളർത്തിയിട്ട് അതിൽ നിന്ന് പൂവെടുത്ത് നമ്മൾ മെഡിസിൻ ഉണ്ടാക്കിയാൽ അതിന് നമ്മൾ വിചാരിക്കുന്ന ഫലം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ ആ പ്രകൃതിയോടനുസരിച്ച് അത് ജീവിക്കുന്ന സ്ഥലത്തു നിന്ന് തന്നെ വേണം ഈ ഫ്ലവേഴ്സ് എടുക്കാനും അതിനനുസരിച്ച് ഇത് ഈ മരുന്നുണ്ടാക്കാനും എന്നാണ് നമ്മൾ എന്താണ് ഈ ബാച്ച് ഫ്ലവർ ഇതില് ഒരു പ്രത്യേകത ഞാൻ കണ്ടേക്കണത്. പിന്നെ എന്താ പറയണേ, ഇതാണ് ബാച്ച് ഫ്ലവറിന്റെ ചരിത്രം. പിന്നെ ഇനി ഒരു ഇത് പറയാന്ന് വെച്ചാല്, നമ്മള് ഹോമിയോപ്പതിയിൽ നമ്മൾ ചെയ്യുന്നത് മെന്റൽ, ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ ഡിസീസിനല്ല ട്രീറ്റ് ചെയ്യുന്നത്, ഡിസീസ്ഡ് പേഴ്സണെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ആ മെന്റലും ഫിസിക്കലും ഇമോഷണലും ഒക്കെ നോക്കിയിട്ട് നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ നമ്മുടെ ഇന്നർ വൈറ്റൽ ഫോഴ്സ് ആ രോഗത്തിനോട് പൊരുതി നമ്മുടെ അസുഖം ഭേദമാക്കി അവർക്ക് ഹെൽത്ത് കൊടുക്കും. ആ വൈറ്റൽ ഫോഴ്സ് നോർമൽ അല്ലെങ്കിൽ, വൈറ്റൽ ഫോഴ്സ് കേപ്പബിൾ അല്ലെങ്കിൽ ഈ നമ്മുടെ മെഡിസിൻ എത്ര സ്യൂട്ടബിൾ ആയാലും പറ്റില്ല എന്നും കൂടി ഹനുമാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വൈറ്റൽ ഫോഴ്സിന് ഇത്തിരിയെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ അത് ഈ മെഡിസിന്റെ ഇതുകൊണ്ട് അത് റിയാക്ട് ചെയ്യും, നമുക്ക് രോഗം ഹെൽത്ത് വീണ്ടും കിട്ടും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ബാച്ച് ഫ്ലവർ റെമഡി. ബാച്ച് ഫ്ലവർ മെന്റൽ സിംറ്റം ആണ് നമ്മൾ നോക്കുന്നത്. ഈ ബാച്ച് ഫ്ലവറിന്റെ, അതായത് പേടി, എന്താണ് നിരാശ, അതുപോലെ തന്നെ ഒരു അസൂയ, അങ്ങനെയുള്ള ആ ഇമോഷൻസ് അതൊക്കെ നോക്കിയിട്ടാണ് ബാച്ച് ഫ്ലവർ റെമഡിയുടെ മെഡിസിൻ ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. പിന്നെ
ഇനി ഒരു ഇതെന്ന് വെച്ചാല് ഞാൻ ഈ ബാച്ചുലർ റെമഡി കണ്ട് ഇത് പഠിക്കാനും സുഗതൻ സാറാണ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾക്ക് തന്നത്. അതുപോലെ തന്നെ സുഗതൻ സാറിന്റെ ഒരു ബുക്ക് ഉണ്ട്, എപ്പോഴും ഒരു റെഫറൻസ് ആയിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ എന്റെ മേശപ്പുറത്ത് കാണുന്ന ഒരു ബുക്കാണ് ഇത്. കണ്ടോ, ഇത് ബാച്ചുലറിന്റെ ഒരു സ്നാപ്ഷോട്ട്സ് ആണ്. അതില് ഒരുമാതിരി എല്ലാ മെഡിസിനെയും കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് റെഡി റെഫറൻസിന് വയ്ക്കാവുന്ന ഒരു ബുക്കാണ്. ആ ഞാൻ ഇത് ഇപ്പൊ ഞാൻ ട്രീറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് കൂടുതൽ. അത് കൂടാൻ കാരണം ഒന്നാമത്തെ കാര്യം 39 മരുന്നേ ഉള്ളൂ. അപ്പോൾ അതിനൊരു നമുക്ക് നമ്മുടെ പോലെ ഒരു കുറെ അധികം വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തിരി ഈസിയാണ് പ്രാക്ടീസ് ചെയ്യാൻ. അപ്പൊ ഞാൻ 1 മണിക്കൂർ ഞാൻ ദിവസവും ബാച്ച് ഫ്ലവറിന് ഞാൻ ചെലവാക്കാറുണ്ട്. പിന്നെ രണ്ടാമത് പഠിക്കാൻ വളരെ എളുപ്പമാണ്, മെഡിസിൻ മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഡയറ്റ് റെസ്ട്രിക്ഷൻ ഇല്ല, അതൊരു വേറെ കാര്യം. പിന്നെ അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം, ബിഫോർ ഫുഡോ ആഫ്റ്റർ ഫുഡോ ഒക്കെ നമുക്ക് കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹോമിയോ മരുന്ന് കഴിക്കുന്ന പോലെയാണ്, വളരെ എളുപ്പം കഴിക്കാം. പിള്ളേർക്കാണെങ്കിലും അവരും ഒരു ഇത് എന്താണ്, പിള്ളേരായാലും ഒരു വേറെ അല്ലാതുള്ളവരാണെങ്കിലും അഡിക്ഷനൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിലും അവരെ നമുക്ക് അറിയാതെ അവരുടെ കാപ്പിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഒക്കെ ചേർത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ എക്സ്പയറി ഡേറ്റ് ഇല്ല ഈ ബ്ലാക്ക് ഫ്ലവർ റെമഡിക്ക്. പിന്നെ ഇനി ഒന്നും സൈഡ് ഇഫക്റ്റ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു അഡിക്ഷന് ഒരു എന്താ പറയണേ, ആൽക്കഹോൾ അഡിക്ഷന് നമ്മൾ മെഡിസിൻ കൊടുത്താൽ അയാൾ കഴിച്ചിട്ട് അയാൾ വിത്ഡ്രോ ചെയ്താൽ ആ വിത്ഡ്രോവൽ സിംറ്റം ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ എല്ലാ പ്രായക്കാർക്കും കൊടുക്കാം. അപ്പോൾ തന്നെ അതുപോലെ തന്നെ ഏത് മരുന്നിന്റെ കൂടെയും കഴിക്കാം. പിന്നെ നമുക്ക് പെട്ടെന്ന് വിചാരിച്ച പോലുള്ള ഇഫക്റ്റ് കിട്ടും. പിന്നെ പിന്നെ ഞാൻ ഇതിൽ ഹോമിയോപ്പതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ ഒന്ന് കണ്ടേക്കണം, ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് ഞാൻ സാധാരണ മിക്സ് ചെയ്യാറില്ല, കഴിയുന്നതും അത് അല്ലെങ്കിൽ ഹോമിയോപ്പതി ചെയ്ത് തന്നെ മിക്സ് ചെയ്യാൻ ഉള്ളിലൊരു പേടിയാണ് എനിക്ക്, അതുകൊണ്ട് ഞാൻ മിക്സ് ചെയ്യാറില്ല. പിന്നെ ഇനി നമുക്ക് ഈ ഏതിനൊക്കെയാണ് നമ്മൾ ഈ ഹോമിയോപ്പതി കൊടുക്കുന്നത് എന്ന് നോക്കാം അല്ലെ. കേൾക്കണ്ടോ ഞാൻ പറയണതൊക്കെ? കേൾക്കുന്നുണ്ട്, വളരെ നന്നായി കേൾക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സെഞ്ചുറി കഴിച്ചിട്ട് ധനേഷിനോട് നോ പറയായിരുന്നു എന്ന്. അതുപോലെയാണ് നമ്മളൊരു തീരുമാനം എടുക്കേണ്ടത്. അതായത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറേണ്ടിയിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടാണ് നമ്മൾ മരുന്ന് കഴിക്കേണ്ടത്. അതായത് നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കും. ആ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണമാണ്, പക്ഷെ നമുക്ക് ഈ ചുറ്റുമുള്ളവരോടൊക്കെ ഭയങ്കര ദേഷ്യവും ഇറിറ്റേഷനും വാശിയും ഒക്കെ കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഡോസ് ഇംപേഷ്യൻസ് കഴിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഉടനെ നമ്മുടെ ആ ഒരു മെന്റൽ ഇറിറ്റേഷൻ ഇതാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചില സമയത്തുണ്ട്, നമുക്ക് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ്, ഒരു കാരണം ഉണ്ടാവില്ല ചിലപ്പോ, നമുക്ക് അങ്ങനെ ആകെ ഒരു ഭയങ്കരമായിട്ട് ഒരു 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 എന്താണ്, ഒരു നെഗറ്റീവ് മൂഡ് എപ്പോഴും തോന്നുക. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ജെൻഷ്യൻ അല്ലെങ്കിൽ മസ്റ്റാർഡ് എന്ന് പറയുന്നത് നമ്മുടെ കടുകാണ്. അങ്ങനെ 2 മെഡിസിൻ ഉണ്ട്. ആ മെഡിസിൻ രണ്ടും ഓരോ ഡോസ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വല്ലാത്തൊരു നിരാശ നമുക്ക് അതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ചില സമയത്ത് നമുക്ക് ഭയങ്കര വേദന ഉണ്ടാവും, നമുക്ക് ഭയങ്കര വേദനയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ മനസ്സിന് വിഷമമോ ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് മറ്റുള്ളവരെ കാണിക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ സന്തോഷം അഭിനയിച്ചുകൊണ്ട് നടക്കും. അങ്ങനെയാണെങ്കിൽ അഗ്രിമണി ഇവിടെ ഒരു നല്ല ഇതാണ്. അതുപോലെ തന്നെ നമുക്ക് ചില സമയത്ത് നമുക്ക് പാവം ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സെൽഫ് പിറ്റി നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ, ശരിക്കും നമുക്കൊരു സെൽഫ് പിറ്റി തോന്നാൻ പാടില്ല. കാരണം എന്നെ തോന്നാൻ പാടുള്ളൂ. അതിന് പകരം ഒരു സെൽഫ് പിറ്റി, പാവം ഞാനൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രോഗ്രസ് ഇല്ലെന്നാണ്. അവിടെ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ചിക്കോരിയാണ്. പിന്നെ പിന്നെ ഒന്നിലും ഒരു താല്പര്യമില്ല. നമ്മുടെ സെപ്പിയൊക്കെ പോലെ തന്നെ ആരോട് എന്തെങ്കിലും ഇതായാലോ ഒന്നും ഒരു ശ്രദ്ധയില്ലാതിരുന്നു കഴിഞ്ഞാല് നമുക്ക് അവിടെ ഒരു ഡോസ് ക്ലമാറ്റിസ് കഴിച്ചാൽ മതി. ക്ലമാറ്റിസ് കഴിച്ചാൽ
നമുക്ക് നമുക്ക് പിന്നെ ജീവിതത്തിനോട് ഒരു രസവും സന്തോഷവും ഒക്കെ തോന്നും. അതുപോലെ തന്നെ പിന്നെ നമുക്ക് തോന്നും, ഞാൻ എന്ത് ചെയ്താലും ശരിയാവില്ല. അത് എന്റെ ഹെൽപ്പർ ഇങ്ങനെയാ. അവര് പറയും, ഞാൻ എന്ത് ചെയ്താലും ശരിയാവില്ല ഡോക്ടറെ, ഒന്നും ശരിയാവാതിരിക്കും എന്ന് ഞാൻ പറയുമ്പോൾ ഒരു ദിവസം ഞാൻ അവർക്ക് ഒരു ഡോസ് ബില്ലോ കൊടുത്തിട്ടുണ്ട്. നോക്കാമെന്ന് വിചാരിച്ചു. മിനിയാന്നാളാണ് കൊടുത്തേക്കണത്. ഇപ്പൊ ഇന്നൊന്നും വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ നിരാശപ്പെട്ട്. അല്ലെങ്കിൽ എന്റെയും കൂടി മൂഡ് കളയുന്ന വിധത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ അടുക്കളയിൽ ജോലി ചെയ്യാം, പെട്ടെന്ന് കുക്കർ ഒന്ന് പൊട്ടിത്തെറിച്ചു എന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും അങ്ങോട്ട് തീ ആളിപ്പടർന്നു, നമ്മൾ വളരെ കൂളായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ശരിക്കും നമുക്ക് അപ്പൊ വേണ്ടത് ഭയവും, അല്ലെങ്കിൽ അതൊരു നാച്ചുറൽ നമ്മുടെ ഇതാണ്. പക്ഷെ അതല്ലാതെ നമ്മൾ വളരെ കൂളാണെങ്കിൽ അവിടെ നമ്മൾ ശരിക്കും ഒരു ഡോസ് വൈൻ കഴിക്കണം. കാരണം നമുക്ക് വേണ്ട വികാരങ്ങളൊക്കെ വേണം, അതില്ലാതിരിക്കാൻ പാടില്ല. അപ്പൊ അതില് വൈനാണ് ആ ഒരു ടെൻഡൻസിക്ക് നമുക്ക് ഏറ്റവും കഴിക്കാവുന്ന ഒരു ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിലർക്കുണ്ട് ഒരു പ്രത്യേക സാധനത്തിനോട് ഭയങ്കര പേടിയായിരിക്കും. അത് പാമ്പ്, പട്ടി, അല്ലെങ്കിൽ എന്താ പറയുക ഇടിമിന്നല്, അതുപോലെ തന്നെ രോഗം, എപ്പോഴും ക്യാൻസറിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക സാധനത്തിനോട് പേടി തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ മിമുലസ് കഴിക്കാം. ആ മിമുലസ് കഴിച്ച് പെട്ടെന്ന് ഇങ്ങനെ നമ്മളൊരു പേടിച്ച് വിറച്ചു പോയാല് അവിടെ അപ്പം മിമുലസ് അല്ല കഴിക്കണം. നമ്മളങ്ങനെ ടെറർ ഇങ്ങനെ ഒരു ഇതായി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് റോക്രോസ് ആണ്. മിമുലസ് കഴിച്ചുകൊണ്ട് അവിടെ പ്രയോജനമില്ല. റോക്രോസ് കഴിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്നു. ഇപ്പൊ ഒരു ഹസ്ബൻഡ് മരിച്ച ഒരു വീടോ, അവർക്ക് അവര് വിചാരിക്കുകയാണ്, ഞാൻ എന്ത് വേണം, ഞാൻ മക്കളുടെ കൂടെ പോകണോ അതോ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കണോ എന്നൊക്കെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ വന്നാല് അവർക്ക് ക്ലിയറാൻസസ് കഴിച്ചാല് അവർക്കൊരു സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റും. അഥവാ അങ്ങനെ ഒരു തീരുമാനം എടുത്തു, പക്ഷെ മറ്റുള്ളവർ അത് ശരിയല്ല, നിങ്ങളത് അങ്ങനെയുള്ള തീരുമാനം ശരിയല്ല, അത് മാറ്റണം, അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒന്ന് വിഷമിപ്പിക്കുകയാണെങ്കിൽ ഒരു ഡോസ് ഇംപേഷ്യൻസ്, കാരണം നമുക്ക് ഇംപേഷ്യൻസ് ഉണ്ടാവുകയാണ് ശരിക്കും. നമ്മൾക്കൊരു തീരുമാനമുണ്ട്, ആ തീരുമാനത്തിന് മാറ്റാൻ അവർ പറയുമ്പോൾ നമുക്കത് ഇഷ്ടമല്ല, പക്ഷെ നമുക്ക് അത് കാണിക്കാനും പറ്റില്ല. അപ്പൊ നമുക്ക് ഒരു ഡോസ് ഇംപേഷ്യൻസ് കഴിക്കണം. അതുപോലെ തന്നെ നമുക്കൊരു തീരുമാനം എടുക്കണം. ഇപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ കാറ് വാങ്ങിക്കാൻ പോവാ, ബലേനോ വാങ്ങിക്കണോ, ക്രെറ്റ വാങ്ങിക്കണോ, അതോ മാരുതി വാങ്ങിക്കണോ, അല്ല വേറെ ഇത് വാങ്ങിക്കണോ എന്നൊക്കെ എനിക്കൊരു തീരുമാനം എടുക്കാൻ വന്നിട്ട് ഞാൻ എല്ലാരോടും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ സെറാറ്റോ എന്ന് പറഞ്ഞൊരു മരുന്നാണ് കഴിക്കുന്നത്. ഞാൻ ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ വികാരങ്ങൾക്കും അതൊന്ന് ആ ബാക്ക് ഫ്ലവർ റെമഡി പഠിച്ചാലേ ഉള്ളൂ നമുക്ക് വളരെ സന്തോഷം തോന്നും. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ മരുന്നെന്ന്. പിന്നെ മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും ഉണ്ട് കേട്ടോ. മൃഗങ്ങൾക്കും പ്ലാന്റിനും ഒക്കെ ഈ വികാരമൊക്കെ ഉണ്ട്. അതായത് അവർക്കും ഉണ്ട് ഭയം, നെർവസ്നെസ്, ആങ്കർ, ഇംപേഷ്യൻസ്, നിരാശ, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വളർത്തുന്ന പെറ്റ്സിനെ വളർത്തുന്നവർക്ക് അറിയാം, അവർക്ക് ചില സമയത്ത് അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം. ആ സമയത്ത് നമ്മൾ അവിടെ ചെന്ന് എത്ര വിളിച്ചാലും അവർ കൊഞ്ചിക്കാൻ വരില്ല, കൊഞ്ചിക്കാൻ നിന്ന് വരില്ല. അതേ സമയത്ത് ചില സമയത്ത് അവർക്ക് നമ്മുടെ ഇങ്ങനെ നമ്മളൊന്ന് തടവണം അല്ലെങ്കിൽ സ്നേഹിക്കണം എന്നുള്ള വിധത്തിൽ അവർ നമ്മുടെ അടുത്തേക്ക് വരും. അപ്പൊ ആ സമയത്തൊക്കെ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഓരോ മെഡിസിൻ നമുക്ക് അനുസരിച്ച് നമുക്ക് പറയാം. ഈ പ്ലാന്റിനെ പറ്റി എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനിവിടെ ഒരു നമ്മുടെ ഹൈഡ്രാസ്യൂസ് പോലത്തെ ഒരു ചെടി ഞാൻ എൻ്റെ ഇതിൽ നട്ടിരുന്നു. എന്നിട്ട് അപ്പൊ ആ നട്ട് എല്ലാ പേഷ്യൻസും, അത് കണ്ടാൽ നല്ല രസമാണ് കാണാനായിട്ട്. ഇങ്ങനെ പൂക്കളില്ല, വെറുതെ ഇല മാത്രമേ ഉള്ളൂ. അത് എല്ലാ പേഷ്യൻസും അതിനെ കണ്ടു കഴിഞ്ഞാല് അതിനെ ഇങ്ങനെ വന്ന് പിച്ചും. അതിനെ പിച്ചെടുത്തിട്ട് നമ്മുടെ തൂജയെ പിച്ചണ പോലെ അതിനെ പിച്ചെടുക്കും, പിച്ചുകയും ചെയ്യും, പറിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് കാണാമോ ഒന്നും അറിയില്ല. കാണണ്ട, ഒരു ചെടി കാണണ്ട, കാണാമോ? ഹലോ, കേക്കണ്ട? കേട്ടൂല. കാണാം മാഡം, കാണാം. പക്ഷെ ഇൻഡിവിജ്വൽ ലീഫ് എങ്ങനെ ഇരിക്കുന്നു അറിയാൻ വയ്യ. കാണാമോ? ഇപ്പൊ കാണാം. കാണാം. നല്ല മിടുക്കനായിട്ട് നിൽക്കാണ്. ആ ചെടി നമ്മള് എന്താ പറയണേ, അതിനെ ഇങ്ങനെ പറിച്ച് അവസാനം അതൊരു പേടിച്ചു തൂറി പോലെ ഇരിക്കുന്നു. നമ്മളെ തൂജ ചെയ്യുന്ന പോലെ. തൂജ കണ്ടാൽ പറയുമല്ലോ എല്ലാരും, തൂജ ചെടി നിൽക്കണ കണ്ടു കഴിഞ്ഞാല് എല്ലാവരും അതിനെ ഇങ്ങനെ പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ
ഈ ചെടിയെ എപ്പോഴും എല്ലാവരും പിടിച്ചുമായിരുന്നു. അതിന് ഞാനപ്പോ ഈ പേഷ്യൻസ് കാണാത്ത വിധത്തിലേക്ക് ഞാൻ അതിനെ മാറ്റി വെച്ചു. എന്നിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടും അതിന് ഒരു മാറ്റവും ഇല്ല. അപ്പൊ ഞാൻ ഈ പാച്ച് ഫ്ലവർ റെമഡി വായിച്ചപ്പോൾ ഒരിക്കൽ ഞാൻ ഇങ്ങനെ ഈ പ്ലാന്റ്സിന് ഇങ്ങനെ മരുന്ന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് ഒരു ഡോസ് ക്രാബ് ആപ്പിളും അഗ്രിമണിയും അതിന്റെ ചെടിയുടെ കൂടുതലിട്ടു. ഇപ്പൊ ഇങ്ങനെ വളർന്നേക്കണ ഒരു 10-12 ദിവസമേ ആയിട്ടുള്ളൂ. അത് ഇത്രയും ഇങ്ങനെ തഴച്ചു വളരാൻ കഴിയുന്നു. ചാണ്ട കണ്ടിട്ടുണ്ട് ഈ ചെടി, അങ്ങനെ പറിച്ച് കിടന്നതും കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല. ആ ചെടിക്ക് അങ്ങനെയാണ് എനിക്ക് ആ ചെടിയെ പറ്റിയത്. അതുപോലെ നമ്മളൊരു ചെടി ഇങ്ങനെ പറിച്ചു നട്ടാല് നമുക്ക് എന്താ പറയുന്നത്, അത് പറിച്ചെടുക്കുമ്പോൾ അതിനൊരു ഷോക്ക് പോലെ ഉണ്ടാവില്ലേ? ആ സമയത്ത് നമുക്ക് ഒരു ഡോസ് ആ ചെടിയുടെ മൂട്ടില്, അതായത് അതിന്റെ നേരെ മൂട്ടിലല്ല, കുറച്ച് ദൂരെയായിട്ട് സ്റ്റാർ ഓഫ് ബെത്ലഹേം എന്ന് കൊണ്ട് ഒരു മെഡിസിൻ ഉണ്ട്. അത് ഭയം മാറ്റുന്നതാണ്, നമ്മളെ കൊണ്ട് ഒരു സേഫ്റ്റി ഫീലിംഗ് ഉണ്ടാക്കുന്നതാണ്. അത് ഒരു ഡോസ് ആ മരുന്നിന്റെ അതിന്റെ കൂട്ടത്തിൽ ഇട്ടാല് അത് നല്ല ഇതായിരിക്കും. അതുപോലെ തന്നെ പിന്നെ ചില ചെടികളുണ്ട്, നമ്മൾ എത്ര വളം കൊടുത്താലും വെയിലുണ്ടെങ്കിലും ഒരു ഉഷാറായിട്ട് വളരില്ല. അങ്ങനെയുള്ള സമയത്ത് അതിന്റെ ഓരോ ഡോസ് ഹോൺബീം അല്ലെങ്കിൽ ഒലിവ്, അത് ഒരു ഡ്രോപ്പ് അല്ല, ഞാൻ സാധാരണ ഒഴിക്കുന്നത് ഒരു 30 ml വാട്ടറിൽ ഒരു ഡ്രോപ്പ് ഒഴിച്ചിട്ട് അത് ഒരു മഗ്ഗിൽ വെള്ളത്തിൽ ഒന്നും കൂടെ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. പിന്നെ ഹോൺബീമും ഈ ഒലിവും കൊടുക്കാം. പിന്നെ ഒരു ചിലതുണ്ട്, നമ്മൾ എത്ര നോക്കിയാലും ഈ ചെടിയുടെ ഇതില് ഇങ്ങനെ ഒരു ഉഷാറില്ലാതിരിക്കുമ്പോ അതിൽ സെഞ്ചോറി കൊടുത്താൽ മതി. അത് നല്ല മെഡിസിനാണ്. പിന്നെ എന്താ പറയുന്നത്, പിന്നെ അതുപോലെ നമ്മൾ ചെടി നടുമ്പോ നമ്മൾ ഇങ്ങനെ വേറെ മാറ്റി നടുമ്പോ, ഇപ്പൊ ചില വെണ്ടയ്ക്ക അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് മാറ്റി നടണമല്ലോ. അങ്ങനെ മാറ്റി നടേണ്ടി വരികയാണെങ്കിൽ മാറ്റി നടാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആ മണ്ണില് ഒരു ഡോസ് ഓരോ തുള്ളി വീതം ഒലിവും വൈനും ഓട്സും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം ചിക്കിയിട്ട് അതിൽ നട്ടു കഴിഞ്ഞാൽ നല്ല ഇതുണ്ടാവും. ഞാൻ കുറച്ച് ചീര നട്ടിരുന്നു. അങ്ങനെ നല്ല അസലായിട്ട് തഴച്ചു വളർന്നിരുന്നു. എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ കൊണ്ടു കൊടുത്തു. എന്നെക്കാട്ടിലും ഉയരത്തിലുണ്ടായിരുന്നു ആ ചെടി, ആ ചീരയുടെ വലിപ്പം. അതുകൊണ്ട് ഞാൻ അതിനെ മുറിക്കാതെ എൻ്റെ ഫ്രണ്ടിന് കൊണ്ടു കൊടുത്തു. പിന്നെന്താ പറയണേ, ഇനി പിന്നെ പിന്നൊരു ഇതുണ്ട്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പിന്നൊരു ഇതാണ് ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൊബൈൽ അഡിക്ഷൻ ഫോർ എക്സാമ്പിൾ. അതുപോലെ തന്നെ ചിലര് ഇങ്ങനെ വിരല് ചപ്പും. പിന്നെ ചിലർക്കാണെങ്കിൽ ആൽക്കഹോള് അല്ലെങ്കിൽ സിഗരറ്റ് അങ്ങനെയൊക്കെയുള്ള ആ ഒരു അഡിക്ഷൻ മാറ്റാനായിട്ട് നമുക്ക് വാൾനട്ട് നല്ല മെഡിസിനാണ്. അതുപോലെ തന്നെ ഈ എന്താ പറയണേ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലെ ഇപ്പൊ ഡയബറ്റിക് ആണ്, അവർക്കറിയാം, അവർക്ക് എന്താണ് ഈ മധുരം കഴിക്കാൻ പാടില്ലെന്ന് അവർക്കറിയാം. പക്ഷെ അവർക്ക് ഭയങ്കര വിശപ്പുമായിരിക്കും. അവർക്ക് വെച്ചിട്ട് അവർക്ക് എന്താ പറയണേ, ഈ എന്താ തളർന്നു പോണ പോലെയൊക്കെ തോന്നുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മെഡിസിനാണ് ചെറി പ്ലം. ഒരു മിനിറ്റ് നോക്കണം. ചെറി പ്ലം അത് അവർക്കുള്ള വേറൊരു ഇതെന്ന് വെച്ചാല്, ഈ ഡയബറ്റിക് പേഷ്യന്റിന് അറിയാം മധുരം നിഷിദ്ധാണെന്ന്. പക്ഷെ എന്നാലും അവർക്കത് നിർത്തണം എന്നുള്ള ഒരു തോന്നലും ഉണ്ടാവില്ല അവർക്ക്. പിന്നെ അതുപോലെ തന്നെ അവർ പിന്നെ ഒരു കാര്യം പറയുന്നത് വെച്ചാല്, അവർക്ക് ദേഷ്യം വന്നാൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഡോക്ടറെ എന്ന് പറയും. അതുപോലെ തന്നെ വിശപ്പാണെങ്കിൽ അൺബെയറബിൾ തേഴ്സ്റ്റ് ആണ്, ദാഹമാണ്. അതുപോലെ തന്നെ വല്ലാത്ത വിശപ്പാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ അവർ പറയുന്നത് ഒരു സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടെന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ചെറി പ്ലം അതിന് ഒരു ഇതായിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഇനിയൊരു കൂട്ടരുണ്ട്,
രാത്രിയിൽ അവര് ഭയങ്കരമായിട്ട് ഓരോ ഭാര്യയോടും അമ്മോടും അല്ലെങ്കിൽ എല്ലാരോടും ശപഥം ചെയ്യും, നാളെ മുതൽ ഞാൻ ഈ ആൽക്കഹോൾ എന്ന് പറഞ്ഞ സാധനം തൊടില്ല, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഭയങ്കര പ്രോമിസ് കൊടുക്കലായിരിക്കും, ഓത്തെടുക്കലായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് നേരം വെളിച്ചയായി കഴിഞ്ഞാൽ അത് അന്നത്തെ രാത്രിക്ക് മാത്രമേ ഉള്ളൂ. നേരം വെളിച്ചയാകുമ്പോൾ പിന്നത്തെ ദിവസവും സെയിം തിങ് ഈസ് ഗോയിങ് ടു ബി ഹാപ്പൻസ്. അതാണ് അവർക്ക് എന്ന് വെച്ചാൽ അപ്പൊ അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. നമ്മുടെ ഇതിൽ നമുക്ക് എടുക്കാവുന്ന റൂബ്രിക്ക് ഇറസൊല്യൂഷൻ ആണ് അല്ലെ. നമുക്ക് അൺഡിറ്റർമിൻഡ് അൺസ്റ്റഡിനെസ് ഓഫ് മൈൻഡ്, അതാണ് അതിന്റെ ഒരു ഇത്. അതിന് നമുക്ക് കൊടുക്കാൻ പറ്റിയത് ക്ലിയറാൻതസ് ആണ്. നമുക്ക് ഇങ്ങനെ, അതായത് രാത്രി മുഴുവൻ പറയും ഞാൻ ഇനി നാളെ മുതൽ ഞാൻ കുടിക്കില്ല, നാളെ മുതൽ ഞാൻ വലിക്കില്ല, അല്ലെങ്കിൽ നീ നോക്കിക്കോ നീയാണ് സത്യം, അല്ലെങ്കിൽ അമ്മോട് പറയാം അമ്മയാണ് സത്യം എന്നൊക്കെ പറഞ്ഞ് 4 സത്യമൊക്കെ ഇട്ടിട്ടായിരിക്കും ഒരു രാത്രി ഇത് ചെയ്യുന്നത്. പക്ഷെ അത് അന്നത്തെ രാത്രിക്ക് മാത്രമേ ഉള്ളൂ. പിന്നത്തെ ദിവസം ആകുമ്പോൾ അവര് പിന്നെയും വൈകുന്നേരം ആകുമ്പോൾ കുടിച്ച് 4 കാലിലായിരിക്കും വരിക. അതിന് നമുക്ക് ക്ലിയറാൻസ് കൊടുക്കാം. ഇവിടെ എനിക്കൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. ആ ഇതില് അയാൾ കുടിക്കുന്ന വെള്ളത്തില് ഈ സ്ക്ലിയറാൻതസ് ഇട്ട് കൊടുത്തിട്ട് ഇപ്പൊ അയാള് ആ ഒരു ഇതിന്നില്ല. ഞാൻ അതിന്റെ കൂട്ടത്തില് ക്വാർഗസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും ക്വാർഗസ് ഇതാണ് കൊടുത്തത്, ഡൈല്യൂഷനാണ് കൊടുത്തത്, പൊട്ടൻസിയാണ് കൊടുത്തത്. അതുപോലെ സ്ക്ലിയറാൻതസും ഗുളിക രൂപത്തിൽ കൊടുത്തിട്ട് എല്ലാ ദിവസവും ഓരോ ഗുളിക വീതം അയാൾ കുടിക്കുന്ന വെള്ളത്തിൽ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അയാള് ഒട്ടും കുടിക്കുന്നില്ലെന്ന് മാത്രമല്ല അയാൾക്ക് പിന്നെ കുറെ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായി, എന്നാലും അയാൾ കുടിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ വാൽനട്ട് നമ്മൾ കഴിക്കുമ്പോൾ എന്താ പറയാ, വാൽനട്ടിന് ഇങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ, ഈ കുടിക്കാനുള്ള ഒരു ടെൻഡൻസി. അത് അവർക്ക് വാൽനട്ട് ഇത് കഴിക്കുന്നത് അവർക്ക് ഇത് കിക്ക് കിട്ടാൻ വേണ്ടിയാണ് അവര് വാൽനട്ട് കഴിക്കുന്നത്. പക്ഷെ ഈ അഗ്രിമണിക്കാരും ഉണ്ട് ഈ ഒരു കുടിക്കുന്ന ഇത്. പക്ഷെ അവര് ഈ അഗ്രിമണി കുടിക്കുന്നത് കിക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല, അവർക്ക് ഭയങ്കര എന്തെങ്കിലും അറിയോ അല്ലെങ്കിൽ ടെൻഷനൊക്കെ ഉണ്ടാകുമ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ അയാളുടെ മകളോ അല്ലെങ്കിൽ പെങ്ങളോ ആരെങ്കിലും അയാൾക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടാല് അയാൾക്ക് അത് പ്രകടിപ്പിക്കാനും പറ്റണില്ല, അത് അംഗീകരിക്കേണ്ടിയും വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അവര് ഈ അഗ്രിമണി അല്ല ആൽക്കഹോളിന് അഡിക്റ്റഡ് ആയാൽ നമുക്ക് അവിടെ അഗ്രിമണി കൊടുക്കാം. പിന്നെ ഇനിയൊരു ഇതുണ്ട്, വൈൻ എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. ആ മെഡിസിനും ഇതുപോലൊരു അഡിക്ഷൻ ഉണ്ട്. പക്ഷെ അതിന്റെ അഡിക്ഷൻ വരുന്നത് ഈ എന്താണ് ഇത് കുടിക്കാനുള്ള കൊതി കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് കിക്ക് കിട്ടാനോ അല്ലെങ്കിൽ ഇതുപോലെ ടെൻഷൻ മാറ്റാനോ ഒന്നുമല്ല. അവർക്ക് അത് വെറുതെ ഒന്ന് കാണിക്കണം, ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട്. മറ്റുള്ളവർ ഞാൻ ഇത്ര വില കൂടിയ ഒരു ഡ്രിങ്ക്സ് ആണ് കുടിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും വില കൂടിയ സിഗരറ്റ് ആണ് വലിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി അവര് കുടിക്കും ഈ വൈൻകാര്. അവര് വേണമെങ്കിൽ അവരുടെ ഷോക്കേസിലെ ഒഴിഞ്ഞ കുപ്പിയും അല്ലെങ്കിൽ ആ സിഗരറ്റിന്റെ ഒഴിഞ്ഞ പാക്കറ്റും ഒക്കെ ഇങ്ങനെ മറ്റുള്ളവർ കാണാൻ വേണ്ടിയൊക്കെ എടുത്ത് വച്ചേക്കണേയും കാണാം. അവർക്ക് വൈൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ഇതുണ്ടാവും. പിന്നെ ഇനിയൊരു ഇതുണ്ട്, ഈ ചെറി പ്ലം എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. ആ മെഡിസിന്റെ സ്വഭാവം എന്ന് വെച്ചാല് അവരിപ്പോ കുടിക്കും അല്ലെങ്കിൽ വലിക്കും, ഭയങ്കരമായിട്ട് വലിക്കുകയൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ അവര് ആ സ്വഭാവം അവർക്ക് മാറ്റണം എന്നുണ്ട്, അവർ ആ സ്വഭാവം മാറ്റുകയും ചെയ്യും. അവർക്ക് അതിനുള്ള കഴിവുണ്ട്, ഒരു മാറ്റും. പക്ഷെ വേറൊരാള് ഒരു പെഗ് ഓഫർ ചെയ്താല് അല്ലെങ്കിൽ ഒരു സിഗരറ്റ് നീട്ടിയാല് അവര് വാങ്ങിച്ചു വലിക്കുന്നു മാത്രമല്ല, പക്ഷെ അവരത് പിന്നെ പിറ്റേ ദിവസം പോയിട്ട് ആ ഒരു ആൽക്കഹോൾ വാങ്ങിച്ച് കഴിക്കില്ല. അവരാ നിർത്തി എന്നാലും പക്ഷെ അത് കഴിഞ്ഞിട്ടും അവർക്ക് അത് ഇങ്ങനെ ഓഫർ ചെയ്താൽ അവർ വാങ്ങിച്ചു കഴിക്കും. അതുപോലെ തന്നെ പിന്നത്തെ ദിവസം ഇല്ല, പക്ഷെ ഇനിയൊരു സാഹചര്യം വന്നാല് അപ്പോഴും അവരത് കഴിക്കും. അതിന് നമുക്ക് ചെറി പ്ലം നല്ല ഇതാണ്. ഇവിടെ നമുക്ക് എന്താ പറയുമ്പോ ഇറസിസ്റ്റബിൾ ടെംപ്റ്റേഷൻ എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് അവർക്ക് ഇതിങ്ങനെ ആ ഒരു ടെംപ്റ്റേഷൻ അവർക്ക് തടുക്കാൻ പറ്റണില്ല. അതുപോലെ തന്നെ പിന്നെ ഈ വൈൽഡ് റോസിനും ഉണ്ട് ഇങ്ങനെ ഒരു ആൽക്കഹോളിന്റെ ഒരു സ്വഭാവം. പക്ഷെ അവര് എന്നുമില്ല, അവര് ബർത്ത്ഡേ അല്ലെങ്കിൽ ഒരു വെഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ബോണസ് കിട്ടിയാലൊക്കെ അവര് സെലിബ്രേറ്റ് ചെയ്യും.
പക്ഷെ അത് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. നമുക്കതൊരു ടെൻഡൻസി. പിന്നെ അവരെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഒക്കേഷൻ വരാൻ കാത്തു നിൽക്കും. അങ്ങനെ വരികയാണെങ്കിൽ അവർക്ക് വൈൽഡ് റോസ് കൊടുത്തു കഴിഞ്ഞാൽ വേണ്ട. പിന്നെ ഇനിയൊന്ന്, പിന്നെ ഹോൺബീം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അവർക്ക് ഞാൻ ചെടിക്ക് ഒഴിക്കണം എന്ന് പറഞ്ഞില്ലേ, ഹോൺബീം ഓട്സും കൂടി ഒഴിക്കാനായിട്ട്. അവർക്ക് അതെന്താന്ന് വെച്ചാല് അവരുടെ ഒരു വിചാരം ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാ. പക്ഷെ നമുക്കറിയാം ഹെൽത്ത് ഈസ് വെൽത്ത്. പക്ഷെ അവരുടെ വിചാരം സ്ട്രെങ്ത് ഈസ് വെൽത്ത് എന്നാ. അപ്പൊ ഈ ഒരു ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇത്തിരി കൂടുതൽ സ്ട്രെങ്ത് വരുന്ന പോലെ തോന്നും. അതിനു വേണ്ടിയാണ് അവർ ഇതിന് അഡിക്റ്റഡ് ആവുന്നത്. പക്ഷെ അത് ഈ ഹോൺബീം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടെൻഡൻസി മാറി കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ചിക്കോരി എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. ആ മെഡിസിൻ എന്ന് വെച്ചാൽ എങ്ങനെയാന്ന് വെച്ചാല് അവര് ഭയങ്കര മറ്റതിന് ആസക്തിയൊക്കെ ഉണ്ട്. പക്ഷെ അവര് കാശ് കൊടുത്ത് വാങ്ങിച്ചു കൊടുക്കില്ല. ഓസിൽ കിട്ടിക്കഴിഞ്ഞാൽ അവര് എത്ര കിട്ടിയാലും അത് മുഴുവൻ അടിച്ചു വിടും. എന്നിട്ട് ഒന്നുകിൽ അവിടെ വെച്ച് ഛർദ്ദിക്കും, അല്ലെങ്കിൽ വഴി കിടന്ന് ഛർദ്ദിക്കും, ഓടയിൽ കിടക്കും, അല്ലെങ്കിൽ പിന്നെയും അവര് കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കില്ല. പക്ഷെ ഇങ്ങനെ ഒരു അവസരം വന്നാൽ പിന്നത്തെ പ്രാവശ്യവും ഇത് തന്നെയായിരിക്കും അവരുടെ ഈ സ്വഭാവം. അതുപോലെ തന്നെ മിമുലസിന് എന്താന്ന് വെച്ചാല് അവര് ഭയങ്കര പേഴ്ചൂരികളാണ്. അവർക്കൊരു ഫംഗ്ഷൻ ഒരു അറ്റൻഡ് ചെയ്യേണ്ടി വന്നാലോ, അവര് നടത്തേണ്ടി വന്നാലോ, അല്ലെങ്കിൽ ഒരു എനർജി ബൂസ്റ്റർ പോലെയാണ്. അവർക്കൊരു ആ ഒരു ധൈര്യം കിട്ടാനായിട്ട് അവര് ഈ കഴിക്കും. അത് ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ അതിന് നമുക്ക് മിമുലസ് കൊടുത്തു കഴിഞ്ഞാല് അവരുടെ പേടി മാറും, അവർക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ടാവില്ല. പിന്നെ എന്താ പറയുന്നത്, പിന്നെ കുട്ടികളുടെ പഠിത്തത്തില് നമുക്ക് ആ ഒരു കൊച്ചുങ്ങളുടെ ഇതില് നമുക്ക് ഇത് ചെയ്യാം. ചില കുട്ടികള് ചില കുട്ടികളുണ്ട് അവർക്ക് ട്യൂഷനും കൊടുത്തിട്ടുണ്ടാവും, പാരന്റ്സും പഠിപ്പിക്കുന്നുണ്ടാവും, എന്നിട്ടും അവർക്ക് ഈ മാർക്ക് കിട്ടൂല. അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്നത് ചെസ്റ്റ്നട്ട് ബഡ്. അതായത് അതുകൊണ്ട് നമ്മൾ അവരുടെ ബ്രെയിൻ പവർ കൂട്ടുമെന്നല്ല, ഐക്യൊന്നും കൂട്ടുന്നില്ല. പക്ഷെ നമ്മൾ ഒരു കാര്യമാണ് ചെയ്യുന്നത്, അവർക്ക് ഒരു താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവർ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അവർ പഠിക്കാത്തതും. അപ്പൊ നമ്മൾ ഈ ചെസ്റ്റ്നട്ട് ബഡ് കൊടുത്തു കഴിഞ്ഞാല് അവർക്ക് ആ വിഷയത്തിനോടൊരു താല്പര്യം തോന്നും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ കുട്ടികളെ നമുക്ക് ഈ ഇത് കൊടുത്ത് നമുക്ക് ഇത് ചെയ്യാം. പിന്നെ ഇനിയൊരു സ്കെയറാൻസസ് കുട്ടികളുണ്ട്. അവരെങ്ങനെയാന്ന് വെച്ചാല് മറ്റേ പരീക്ഷയ്ക്ക് 2-3 ആഴ്ച മുമ്പ് നല്ല കുത്തിയിരുന്ന് പഠിക്കും. അതുവരെ TV കണ്ടും കളിച്ചും ഒക്കെ നടക്കും. പക്ഷെ അവർക്ക് നല്ല മാർക്ക് കിട്ടുകയും ചെയ്യും. പക്ഷെ വിചാരിച്ച മാത്രമേ നേരത്തെ മുതൽ പഠിച്ചു തുടങ്ങുന്നുള്ള ആ മാർക്ക് കിട്ടില്ല. അവർക്ക് നമ്മൾ ക്ലിയറാൻസസ് കൊടുത്താൽ എന്താ ഗുണം എന്താണെന്ന് വെച്ചാല് കളിക്കേണ്ട സമയത്ത് കളിക്കും, പഠിക്കേണ്ട സമയത്ത് കളിക്കും. അവർക്ക് ഒരു അടുക്ക് ചിട്ടയൊക്കെ ഉണ്ടാവും. പിന്നെ ഇനിയൊരു എന്ന് വെച്ചാൽ ലാർച്ച് എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്. അത് നമുക്ക് ഉപയോഗപ്രദം എന്ന് വെച്ചാല് അവർക്ക് ഈ കുട്ടികൾക്ക് നല്ലോണം മാർക്ക് കിട്ടും, 70% ഒക്കെ മാർക്ക് കിട്ടും. പക്ഷെ അവർ ആ ഫസ്റ്റ് 10 റാങ്കിൽ അവർ വരില്ല. കാരണം അവർക്ക് എന്താന്ന് വെച്ചാല് അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല. അവര് പറയുന്നത് എനിക്ക് പറ്റാം, മറ്റേ ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയെ പോലെ ആവാൻ പറ്റില്ല, എന്നെ കൊണ്ട് അത് സാധ്യമല്ല. അങ്ങനെയുള്ള ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് വരുമ്പോൾ അവിടെ നമുക്ക് ലാർച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും. പിന്നെ അവർ വെച്ചാലുണ്ട്. പിന്നെ ഇനിയൊരു കൂട്ടരുണ്ട്, അവര് പഠിക്കൂല, പഠിച്ചിട്ട് എന്താണ് അതിനൊക്കെ മാർക്ക് കിട്ടാൻ എന്ന് ചോദിക്കുമ്പോ പറയുന്നത്, ഞാൻ വലിയ വലിയ ചോദ്യങ്ങൾ പഠിച്ചു, പക്ഷെ അവരിട്ടത് ചെറിയ ചെറിയ ചോദ്യങ്ങളാ, അല്ലെങ്കിൽ ഞങ്ങളുടെ ടീച്ചറിന് ഒന്നും അറിയില്ല, ഞങ്ങളെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ പഴിചാരും. അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നത് വില്ലോ. അതൊരു നല്ല ഒരു മെഡിസിനാണ്. പിന്നെ ഇനിയൊരു കൂട്ടരുണ്ട്, അവര് ഫെയിലാവും അല്ലെങ്കിൽ റാങ്ക് പറഞ്ഞാലും അവര് തന്നെ പറയും, ഇത് എന്റെ കുറ്റം കൊണ്ടാണ്, ഞാൻ ശരിക്കും പഠിക്കാത്തതുകൊണ്ടാണ്, ഇനി ഞാൻ പഠിച്ചോളാം, എനിക്കത് ഞാനാണ് ഇത് കാണിച്ചത് എന്നൊക്കെ പറയുകയാണെങ്കിൽ അവർക്ക് ഹണി സർക്കിൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം, ആ ഒരു ടെൻഡൻസി മാറ്റപ്പെടും. പിന്നെ വേറൊരു ഇതുണ്ട്, ചിലരുണ്ട്, എൻ്റെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ആ പേഷ്യൻ്റ് ഒരു IT ഫീൽഡിലുള്ള ഒരാളാണ്. ആ ആള് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ
ഓഫീസിലെ കാര്യങ്ങളും ഓഫീസിലെ ഒരു കെട്ട് ഫയലും കൊണ്ടുവരും. എന്നിട്ട് ഭാര്യയുടെ അമ്മയുടെ കൂടെ താമസിക്കുന്നത് അമ്മയോടും ഈ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ വീട് പണിയാണ്. വീട് പണി നോക്കുന്നത് ഈ ഭാര്യയ്ക്ക് ജോലിയില്ല, ഭാര്യയും ഈ അമ്മയും ഭാര്യയുടെ ആങ്ങളെയാണ്. അതിനെപ്പറ്റി പറഞ്ഞ് എനിക്ക് അതൊന്നും കേൾക്കാൻ താല്പര്യമില്ല, എന്റെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടാൽ മതി എന്നിങ്ങനെ പറയും. അപ്പൊ അത് ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ കുട്ടിക്ക് തന്നെ ഭയങ്കര വിഷമായി. അപ്പൊ ഒരു ദിവസം എന്റെ പേഷ്യന്റാണ്, ഇങ്ങനെ ഒന്ന് സംസാരിച്ചപ്പോ ഞാൻ ചോദിച്ചു എന്താ നിങ്ങള് ഇങ്ങനെ ഒരു ഇത് കാണിക്കുമ്പോ എന്റെ അടുത്ത് എടുത്ത് പറയാണ്, ഡോക്ടറെ അത് എന്റെ ഒരു എസ്കേപ്പിസം ആണ്. ഞാൻ ശരിക്കും ഒരു ഇങ്ങനെ ഇതൊന്നും എനിക്ക് ഫേസ് ചെയ്യാൻ വയ്യ. അതുകൊണ്ട് ഞാൻ ഇപ്പൊ പേരപണിയാന്നൊക്കെ പറഞ്ഞാൽ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ അത് ശ്രദ്ധിക്കാത്തതാണ്, ഞാൻ എസ്കേപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് എന്റെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ ഞാൻ ബിസിയാണെന്ന് കാണിക്കണേന്ന് പറഞ്ഞു. അയാൾക്ക് ഞാൻ ചെസ്റ്റ്നട്ട് ബഡ് കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇപ്പൊ 2 ആഴ്ചയായി. പിന്നെ ഇനി അടുത്ത മാസം അറിയുള്ളൂ, 2 ആഴ്ച കൂടി കഴിഞ്ഞാലേ അറിയുള്ളൂ. പിന്നെ ഇവര് വേറൊരു കാര്യം കൂടി ചെയ്യും. ഈ ചെസ്റ്റ്നട്ട് ബഡുകാര് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു നമ്മുടെ ഒരു ടൈപ്പിസ്റ്റ് ആണെന്ന് വിചാരിച്ചുള്ളൂ, ഒരു ബാങ്കിലെ ഇതുള്ള ഈ ടൈപ്പിസ്റ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അവർക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ അവര് അവർക്ക് ടൈപ്പ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉടനെ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിന്റെ എന്തെങ്കിലും ഒരു സ്ക്രൂ അഴിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ റിബൺ മാറ്റി വയ്ക്കുക എന്തെങ്കിലും ചെയ്തിട്ട് ടൈപ്പ് റൈറ്റർ മെഷീൻ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരത് അതിൽ നിന്ന് ഒഴിവാകും. അതുപോലെ നമ്മുടെ കാർ ഡ്രൈവർ ആണെങ്കിൽ അയാൾക്ക് ഒരു ദിവസം ലീവ് വേണമെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിന്റെ ഒരു വയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് പറയും കാർ സ്റ്റാർട്ട് ചെയ്യണില്ല എന്ന് പറയും. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്നത് അങ്ങനെയുള്ള ഒരു എസ്കേപ്പിസം ഉണ്ട്. അതിന് ഈ എന്താ പറയാ ചെസ്റ്റ്നട്ട് ബഡ് നല്ല മെഡിസിനാണ്. പിന്നെന്താ പറയാ പിന്നെ പറയും ചില വീട്ടമ്മമാരുണ്ട്, അവര് പറയും നമ്മള് ഡോക്ടറെ എനിക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഓടിപ്പോയാൽ മതി, ഒരു മതിയായി എനിക്ക് എല്ലാം ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്നവർക്കും ഈ ചെസ്റ്റ്നട്ട് ബഡ് ഞാൻ ഇഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെന്താ പറയാ പിന്നെ ചിലർ പറയും, ഓ ഡോക്ടറെ എന്റെ കഷ്ടകാലം, എന്റെ ഇങ്ങനെ ഒരു അനുഭവം എന്റെ ശത്രുക്കൾക്ക് പോലും കൊടുക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര ഒരു സെൽഫ് പിറ്റി ചെയ്യുന്നവരോട് അവർക്ക് ഞാൻ കൊടുക്കുന്നത് സ്വീറ്റ് ചെസ്റ്റ്നട്ട് ബെഡാണ്. അത് അവർക്ക് കൊടുക്കുന്നത്. അവർക്ക് വെച്ചാൽ അവരുടെ തന്നെ ഒരു ഭയങ്കരമായിട്ട് സഹിക്കണു എന്നൊക്കെ കാണിക്കുകയാണ്. അപ്പൊ അതിന് ഇത് കൊടുക്കുമ്പോൾ അവര് കുറച്ചൊരു എന്താ പറയാ ഇത്രയൊക്കെയുള്ളൂ ഞാൻ നോക്കി വെച്ചിട്ടുള്ളൂ. പിന്നെന്താ ഇനി എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം ധനേഷ് വിളിക്കുകയാണെങ്കിൽ ധനേഷ് വിളിക്കുന്ന അറിഞ്ഞ തലേ ദിവസമേ ഞാൻ സെഞ്ചോറി കഴിക്കും. സ്റ്റോക്ക് പറഞ്ഞില്ലെങ്കിൽ നേരത്തെ അല്ല ഇന്നിപ്പം കഴിഞ്ഞോ, ക്ലാസ് കഴിഞ്ഞോ? ഇത്രേ ഉള്ളൂ, എനിക്ക് 3 മണിക്കൂറേ എനിക്കൊന്ന് കിട്ടിയുള്ളൂ ശരിക്കും. ആവട്ടെ, എന്നാലും എന്താ 40 ആവാൻ പോണ്. വളരെ നല്ല ക്ലാസ് ആയിരുന്നല്ലോ. കാരണം നമ്മള് ഈ ബാഷ് ഫ്ലവർ റെമഡിയുടെ ഇത്ര ആമുഖമായിട്ട് അത് ഇന്ന കാര്യങ്ങൾ കൊണ്ട് പെട്ടെന്ന് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും, കഴിക്കാൻ പറ്റും, ഇന്ന പ്രശ്നങ്ങൾ, അതിന് വലിയ പഥ്യങ്ങളില്ല, അതെല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞില്ലേ. കാരണം ഇതുവരെയുള്ള ബാഷ് ഫ്ലവർ റെമഡിയെ കുറിച്ച് ക്ലാസ് എടുത്തപ്പോ നമുക്ക് അതിന്റെ ഉപാധികൾ ഇന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇതിനെ ആശ്രയിക്കാം എന്നുള്ളതൊന്നും ആരും പറഞ്ഞില്ലല്ലോ. അഗ്രമണി ഇന്നതിന് അല്ലെങ്കിൽ മറ്റേ ചെറിയ പ്ലം ഇന്നത് അങ്ങനെ എന്റെ കാര്യത്തിന് ഉപയോഗിക്കാന്നല്ലാതെ ഇന്നിപ്പോ പറഞ്ഞപ്പോ എന്തായാലും അമ്പാടിയമ്മ നല്ല അതിനെ അങ്ങ് കീഴടക്കിയിരിക്കുകയാണ്. എല്ലാ അതിന്റെ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇതിന്റെ ആശാന്മാരായ സാറും ശാന്തയും ഭാഗ്യവും എല്ലാരും ഉണ്ട് കേട്ടോ. ഉണ്ട്. പക്ഷെ അതിന്റെ എന്തായാലും ഇതിന്റെ ആമുഖമായിട്ട് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ആരെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല. അത് ഇപ്പൊ ഇന്നാണ് കിട്ടിയത്. നല്ല കാര്യം. അപ്പൊ അത് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഇനിയിപ്പൊ ഞാൻ മാത്രം പറയുന്നില്ല, മറ്റുള്ളവരും പറയട്ടെ. സുചേത ഡോക്ടറോട് നിന്ന് കയ്യൊക്കെ അടിക്കുന്നുണ്ട്. സുചേത ഡോക്ടറെ, ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു?
മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ശരി 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 ശരി, ഇപ്പൊ ശരിയാക്കി തരാം. ഇനി ഒന്ന് മ്യൂട്ട് ചെയ്തേ ഡോക്ടർ, അൺമ്യൂട്ട് ചെയ്തേ. ഇനി ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. പറ്റത്തില്ലേ? പറഞ്ഞു. അടിപൊളി ക്ലാസ്. ഞാന് ഇത് കുറെ വർഷമായിട്ട് നോക്കിയിട്ടുള്ളൂ. പക്ഷേ ഇത്രയും വിശദമായിട്ട് കിട്ടിയപ്പോഴാണ് ചേട്ടാ ഇതെവിടെയൊക്കെ എനിക്ക് വായിച്ച എനിക്ക് മനസ്സിലായത്. ദൈവമേ, ഇതുപോലെ ഭയങ്കരമായിട്ട് കളുടിയന്മാരൊക്കെ കിട്ടുന്നത്. നമ്മളിപ്പോ എത്ര കള്ളൂടിയന്മാരെ പരിചയപ്പെട്ടു. ഓസി കുടിക്കുന്നവരെ അതാണ്, ഓസി കുടിക്കുന്നവരെ നിർത്താൻ പറ്റാത്ത എന്താണ്, കണ്ടു കഴിഞ്ഞാ ഓഫർ ചെയ്ത് കഴിഞ്ഞാ പറയാൻ പറ്റാത്തവരെ. സുഹൃത്ത് ആത്മാർത്ഥ സുഹൃത്ത് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ശാന്താചന്ദ്രൻ മാഡം സംസാരിച്ചു. വിളിച്ചിട്ട് എന്റെ അടുക്ക പറഞ്ഞേ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, ആകെ ടെൻഷൻ ആവണം. ഇപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്ക് എത്രയോ നാളുകൊണ്ട് പ്രിപ്പയർ ചെയ്ത് കൊടുത്തൊരു ക്ലാസ് ആണ് ഒരു കഥ പറയുന്നല്ലോ, ഇച്ചിരി സ്പീഡ് കൂടിപ്പോയി, നമുക്ക് എഴുതിയെടുക്കാൻ പറ്റില്ല. അല്ല, അത് പൊതുവെ ആളിന് ഇത്തിരി സ്പീഡ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. ആക്ടിവിറ്റി ഡിസയർ കുറച്ച് സ്പീഡായിപ്പോയി, അത്രേ ഉള്ളു. വേറെ നല്ലതായിട്ട് ചിന്തിക്കാത്ത രീതിയിൽ നമ്മള് ബാച്ചുലറിന്റെ ഉത്ഭവവും അതിന്റെ എല്ലാം ഒരു നമുക്കെല്ലാം ബാച്ചുലർ റെമഡി എന്നുള്ളത് എങ്ങനെയാണത് ഉണ്ടാക്കിയെന്നൊന്നും നമുക്കറിയില്ല. സത്യം പറഞ്ഞു എനിക്കും അറിയില്ല. അപ്പൊ രമ ഇതെല്ലാം നോക്കി പറഞ്ഞപ്പോ അതൊരു സന്തോഷം. ഒരുപാട് കൺഗ്രാലേഷൻ ഡിയർ. താങ്ക് യു സൂപ്പർ. ഓക്കെ ശാന്ത മാഡം, താങ്ക്സ്. അപ്പൊ ഇനി ഇതുപോലെ ഓരോരുത്തര് ഹാൻഡ് റൈസ്. അടുത്ത ഹോമിയോപ്പതിയുടെ ഭാഗ്യം. ഭാഗ്യലക്ഷ്മി മാഡം സംസാരിച്ചോളൂ. ഹലോ, കേക്കുന്നോ? കേക്കാം. എന്തായിരുന്നു, നല്ലൊരു കഥയായിരുന്നു. കഥ കേട്ട പോലെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല രസമായിട്ടുണ്ടായിരുന്നു. ക്രാബാപ്പിള് പറഞ്ഞോ? ഇല്ലല്ലോ. ഈ ചെടിയൊക്കെ ഇല്ലേ നമ്മളെ സ്കിന്നിന് നല്ലതാണ്. ചെടിയൊക്കെ ഇല്ലേ, വല്ല പുഴുക്കുത്തൊക്കെ വന്നു കഴിഞ്ഞാല്, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെടിയില് ഈ ക്രാബാപ്പിൾ ഒഴിച്ചു കഴിഞ്ഞാല് സ്ട്രെങ്തനിങ് ആണ്, സ്ട്രെങ്ത് ഗിവിംഗ് ആണ്. മണ്ണില് ചേർക്കാൻ ഒലീവും പിന്നെ വൈനും പറഞ്ഞു. ക്രാബാപ്പിളിന്റെ ഒരെണ്ണം ഞാൻ പറയട്ടെ. നമുക്ക് തൊണ്ടയ്ക്ക് മുള്ളു കൊണ്ടാ എളുപ്പം പോവും. മീന്റെ മുള്ളൊക്കെ തൊണ്ടയ്ക്ക് കൊള്ളുവാണെങ്കിൽ കൈലീശ കൊടുക്കുന്നതിനേക്കും ഏറ്റവും നല്ലത് ക്രാബാപ്പിൾ കൊടുത്താൽ അതിനേക്കാൾ പെട്ടെന്ന് ഇത് പോവും. അത് ഓർമ്മയിരിക്കട്ടെ. കൈലീഷ്യം ഹെപ്പാർ സൾഫൊക്കെ ചെയ്യുന്ന പോലെയാണോ? അതിനേക്കാൾ മുമ്പേ ക്രാബാപ്പിള്. ശരി, എഫക്റ്റീവ്. വേദനയും മാറിക്കിട്ടും, പിന്നെ അതങ്ങ് ഇളകിപ്പോവും. ശരി. എങ്ങനെ ഡോസേജ്? അത് 3 ഗുളിക ആദ്യം കൊടുക്കുക, സാധാരണ നമ്മുടെ പോലെ തന്നെ. അത് 2 പ്രാവശ്യം അടുപ്പിച്ചങ്ങ് കൊടുത്താൽ മതി. ശരി. നല്ലൊരു അറിവാണ്. ഈ ഇതില് ചെടി നല്ലോണം വളരാനായിട്ട് ഇതില് കോൺബീമും ഒലിവും. ഒലിവ് അപ്പോഴും പറഞ്ഞു, അതെനിക്ക് നല്ല ഓർമ്മയാണ്. വീക്ക്നെസ്സിന് ഒലിവ് നല്ലതാണ്, നമുക്ക് ബോഡി വീക്ക്നെസ്സിന് ഒലിവ്. പിന്നെ ദേഷ്യം കുറയാൻ ഹോളി പറഞ്ഞോ? ഹോളി പറഞ്ഞില്ല. അസൂയക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നല്ലേ? പിന്നെ കുറച്ച് മെഡിസിൻസ് ഉണ്ട്. അതായത് എന്താ പറയണേ, ഈ പിന്നെ വെറുതെ ഇങ്ങനെ
ഇപ്പൊ അൺവാണ്ടഡ് തോട്ട്സ് നമുക്കിങ്ങനെ വെറുതെ ഇങ്ങനെ തോട്ട്സ് വന്നുകൊണ്ടേയിരിക്കും. അത് ഒന്നും നമുക്ക് വേണ്ടതല്ല, അൺവാണ്ടഡ് ആണ്. പക്ഷെ അതിങ്ങനെ വന്നിങ്ങനെ പേർത്തുകൊണ്ടിരിക്കുന്നവർക്ക് വൈറ്റ് ചെസ്റ്റ്നട്ട് നല്ല മെഡിസിൻ. അത് ചില അൺവാണ്ടഡ് തോട്ട് കൊണ്ട് ഉറക്കക്കുറവാണെങ്കിലും നമ്മൾ വൈറ്റ് ചെസ്റ്റ്നട്ട് കൊടുത്താൽ മതി. വൈറ്റ് ചെസ്റ്റ്നട്ട് കൊടുക്കാം. അത് തന്നെ. അത് നമ്മള് ഈ ഇത് ചെയ്യുന്ന മാനസിക പ്രശ്നമുള്ളവർ ചിലരങ്ങനെ പറയുമല്ലോ, ഇങ്ങനെ ചിന്ത വന്നുകൊണ്ടേയിരിക്കും. അത് തന്നെ. അവർക്ക് നമുക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് വൈറ്റ് ചെസ്റ്റ്നട്ട് ഇങ്ങനെയുള്ള ചിന്ത കൊണ്ടും, പിന്നെ വൈറ്റ് ചെസ്റ്റ്നട്ട് വേറൊരു കാര്യം കൂടി ചെയ്യാം, വേദന കൊണ്ട് ഉറക്കം വരില്ല ചിലർക്ക്. വേദന, നമുക്ക് വയറുവേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേദന കൊണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ ഈ വൈറ്റ് ചെസ്റ്റ്നട്ട് കൊടുക്കാം. നല്ല ഇതാണ്. അവർക്ക് ഉറക്കം വരും. നമ്മൾ പാസിഫ്ലോറ കൊടുക്കുന്ന PCD ഒക്കെ കൊടുക്കുന്ന പോലെ അതിന്റെ കൂട്ടത്തിൽ ഞാൻ വൈറ്റ് ചെസ്റ്റ്നട്ടും കൊടുക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ബാഡ് തോട്ട്സ് ഒക്കെ ഇങ്ങനെ വന്ന് കൂടുതൽ വന്ന് അവർക്ക് ഉറങ്ങിയിട്ട് കുറെ ദിവസമായി ഡോക്ടറെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കൊടുക്കും. ഞാനും കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇനി രണ്ടുപേരും നമ്മുടെ ഏലിയമ്മ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കാണുന്നില്ലല്ലോ. ഏലിയമ്മ ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടറെ എപ്പോഴും വിളിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. ഇനി അടുത്ത കൃഷ്ണ അനൂപ്. ഡോക്ടർ കൃഷ്ണ അനൂപ് ആരാണ്? ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. കൃഷ്ണ അനൂപ് സംസാരിച്ചോളൂ. ലേണിംഗ് ഡിസബിലിറ്റി. ഞാനെ കേൾക്കാമോ? ലേണിംഗ് ഡിസബിലിറ്റി. ഏലിയമ്മ ഡോക്ടറെ ഇപ്പൊ വിളിക്കാം. അപ്പോഴത്തേക്ക് ഒരാൾ ലേണിംഗ് ഡിസബിലിറ്റിയുടെ കാര്യം ചോദിച്ചു. മാഡം റെഫർ ചെയ്യുന്നുണ്ടോ? അപ്പോഴത്തേക്ക് ഏലിയമ്മ ഡോക്ടറെ വിളിക്കാം. ലേണിംഗ് ഡിസബിലിറ്റിക്ക് എന്താ ചോദിക്കുന്നത് അവര്? മെഡിസിൻ ആണോ വേണ്ടത്? ലേണിംഗ് മെഡിസിൻ. മാഡം അത് നോക്കുമ്പോഴേക്കും ഏലിയമ്മ ഡോക്ടറെ സംസാരിച്ചോളൂ. ഡോക്ടറെ, സ്റ്റാർ ഓഫ് ബേദലഹ എന്ന് പറയുന്നത് ഓർണിത്തോകോലം എന്ന് പറയുന്നത് നമ്മുടെ മെഡിസിൻ അല്ലേ? അത് ഈ ബാച്ച് ഫ്ലവർ അതിനകത്ത് വരുമോ? അത് സ്റ്റാർ ഓഫ് ബേദലഹം അതിലാണ്, ബാച്ച് ഫ്ലവർ ആണ്. അത് നമ്മുടെ ഓർണിത്തോകാലം ആണോ? അതെനിക്കറിയില്ലല്ലോ. അതെ അതെ. ആണോ? ഇത് ബാച്ച് ഫ്ലവർ ആണല്ലേ? നോക്കട്ടെ. ഇത് ബാച്ച് ഫ്ലവർ ആണ്. ഞാൻ നോക്കട്ടെ, ഒരു മിനിറ്റ്. ഒത്തിരി സംശയങ്ങളുണ്ട്. അപ്പൊ ഇത് രണ്ട് ഇതൊന്ന് ഡോക്ടറെ എലിയമ്മേ ഡോക്ടറെ, ഇത് ഓർണിത്തോകാലമാണ് സ്റ്റാർ ഓഫ് ബേദലഹം. അൺബെല്ലറ്റ് ഓർണിത്തോകാലം അൺബെല്ലറ്റ്. ഞാൻ ഇപ്പഴാ അറിയണേ കേട്ടോ. താങ്ക് യു അത് ഓർണിത്തോകാലം ഇതിനകത്ത് സ്റ്റാർ ഇതിനകത്തും ഉണ്ട് അല്ലേ? ഇതില് ഈ ബാക്ക് ഫ്ലവറിലുണ്ട്. താങ്ക് യു. അയ്യോ, എനിക്ക് ഇത് ഇത്രയോളം അറിയില്ല കേട്ടോ. താങ്ക് യു എലിയമ്മേ. അത് ക്യാൻസറിന്റെ മെഡിസിനാ. ഇൻഡസ്ട്രിയൽ ക്യാൻസർ. എനിക്കറിയാം. ഓക്കെ. കൈകള് ഇന്നതാ ഒത്തിരി കൈകള് ഉണ്ട്, അതുകൊണ്ട് ഒരാൾക്ക് കൊടുക്കുന്ന സമയം നമുക്കൊന്ന് കുറച്ച് ഉപയോഗിക്കാൻ പറ്റൂ. ഏലിയമ്മ ഡോക്ടറെ ഇനി ഒത്തിരി പേരുണ്ട്, ദയവായി ക്ഷമിക്കുക. അടുത്തത് ഇന്നത്തെ ക്ലാസ് എടുത്ത ഫാക്കൽറ്റിയുടെ മകള് തന്നെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ചോദിക്കാനുള്ളത് നോക്കാം. ഡോക്ടർ ആഷ ബി വർഗീസ്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. നല്ല ക്ലാസ് ആയിരുന്നു. നല്ലൊരു കഥ കേൾക്കണ മാതിരി ഉണ്ടായിരുന്നു. പിന്നെ ഇത്രയും മമ്മി ഇതിലേക്ക് ഇത്രയും ഇൻഡെപ്ത് ആയിട്ട് പോയിട്ട് മമ്മി ഇത് പഠിച്ചുകൊണ്ടിരിക്കണമെന്ന് കേൾക്കാൻ തന്നെ വലിയ സന്തോഷം. എനിക്ക് ബുക്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അതിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. നമുക്ക് ഒന്നും കൂടെ കുറച്ചായിട്ട് ഓരോ ക്ലാസ്സസ് ആയിട്ട് വെക്കാം നമുക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കാരണം ഇവരെല്ലാം കുറെ സ്റ്റാൾ വേർഡ്സും കൂടി എല്ലാം ഒരുമിച്ച് കുറെ അഭിപ്രായം കിട്ടുന്ന നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഇപ്പൊ IFPH കാണുന്നത്. ഇപ്പൊ കാരണം ഒരാളുടെ ഒപ്പീനിയൻ അല്ല, ഇപ്പൊ 4-5 എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻ ആണ് കിട്ടുന്നത്. ഇത്രയും വിലപ്പെട്ട എന്താണ് ടിപ്സും അല്ലെങ്കിൽ ഇൻഡിക്കേഷൻസും മെഡിസിനും എല്ലാം ഇത്രയും നല്ല രീതി. Thank you very much, ma, and thank you all of you. ഓക്കെ. Thank you, ma. Okay. ആഷ ഡോക്ടറെ. അടുത്ത സോയ ഈപ്പൻ ഡോക്ടർ. ഡോക്ടറെ ചുരുക്കി ചോദിക്കണേ, വേറെ 2 ഹാൻഡ് റൈസിംഗ് ഉണ്ട്. ഡോക്ടറെ, ചെടി പൂവിടാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ?
ഏതാ പൂക്കൾ ചെടി കൂടുതൽ പൂക്കൾ പൂക്കൾ ഉണ്ടാവാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പൂക്കൾ ഉണ്ടാവാനോ? ആ അതെനിക്കറിയില്ല. കൈലീഷ നല്ല മെഡിസിനാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കൈലീഷ 200. ലോവർ പൊട്ടൻസിയാ 200. 200. ശൈലീഷ്യ 200. ഓക്കെ. ബാക്ക് ഫ്ലവർ ഒന്നുമില്ല. അതെ, പിന്നെ ഒന്ന് റെഫർ ചെയ്തിട്ട് ഇനി ഉണ്ടാക്കി പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ കൂടുതൽ ഞാൻ പറയണില്ല കേട്ടോ, സമയം അതിന് നമുക്ക് ഇതിന് ആൻസർ പറയാൻ പറ്റിയ ഒരു നല്ല ഒരു ഷാർവാട്ടുണ്ട് നമ്മുടെ സുഗതൻ സാറിന്റെ ഭയങ്കര അറിവാണ് ഇതിനെപ്പറ്റി. സത്യം പറഞ്ഞാൽ ഈ ഏജിലും അത് അതും അറിയാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു കഴിവുണ്ടല്ലോ, അതിനെ നമിച്ചേ വെക്കുള്ളൂ. ഓക്കെ. ഇതിലിരിക്കുന്ന എല്ലാവരും നമിക്കേണ്ട അവസ്ഥയാണ് ഡോക്ടറെ. ഓക്കെ. ഓക്കെ. സോയപ്പൻ ഡോക്ടറെ. അടുത്ത ദീപ പ്രകാശ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചു. ഡോക്ടറെ, ഇന്ന് എനിക്കൊരു പേഷ്യന്റ് വന്നിരുന്നു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 24 വയസ്സ് പയ്യന്, 23 വയസ്സ് ആ പെൺകുട്ടിക്ക്. അപ്പൊ കല്യാണം കഴിഞ്ഞ് 1 വർഷം വരെ ഒരു കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതിനുശേഷം ഇവൻ പല സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതായാലും പല കുട്ടികളായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായിട്ടും നാട്ടുകാർ പിടിച്ചിട്ടുമുണ്ട്. ഇവളെ മൊബൈൽ വഴി അറിയുകയും ചെയ്തു. അപ്പൊ ഇവൻ ഇത് പഠിപ്പിച്ചു കൊടുത്തത് ഒരു 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ആന്റി ആയിരുന്നു. ആന്റി ഈ പോൺ വീഡിയോ എല്ലാം കാണിച്ച് ഈ കുട്ടീനെ ലൈംഗികമായിട്ട് ഉത്തേജിപ്പിച്ച് അങ്ങനെ ചെയ്യിച്ചതാണ്. അപ്പൊ ഇവൻ ഇപ്പം സ്വന്തം വീട്ടിലാണെങ്കിലും പോലും ഭാര്യ പുറത്തു പോയി കഴിഞ്ഞാൽ ഇവൻ റൂം അടച്ചിട്ട് വസ്ത്രങ്ങളെല്ലാം അയച്ചിട്ട് മാസ്റ്റർബേറ്റ് ചെയ്തെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. അപ്പൊ ഞാൻ അതിനിപ്പം ഇവൻ അത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാലും സ്വന്തം ഭാര്യയോട് കാര്യങ്ങളൊക്കെ പറയും. അത് ഞാൻ അറിയാണ്ടായിപ്പോയതാണ്, ഞാൻ ഇനി ചെയ്യില്ല. പക്ഷെ വീണ്ടും ഇവൻ അതിലേക്ക് തന്നെ പോകും. അപ്പൊ ഞാനിപ്പം മെഡോർണം കൊടുത്തിട്ടുണ്ട്. ബാഷ് ഫ്ലവർ മെഡിസിൻ ഏതാ കൊടുക്കുകയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ക്ലിയറാന്തസ് ആ കേസിൽ ഇതെല്ലാം തെറ്റാണെന്ന് പിന്നെ അത് പിന്നെയും അത് തന്നെ ഇത് ആവർത്തിച്ച് ഇതിന് ക്ലിയർ ആണ്. അത് ഇവൻ ഭാര്യയോട് പറയുകയും ചെയ്യുന്നുണ്ട്. അത് പിടിച്ചു കഴിഞ്ഞാൽ അവര് വെച്ചാല് അവര് ഇൻഡിസിഷൻ ആണ്. അവർക്ക് അങ്ങനെ ഒരു ഇത് തീരുമാനം എടുക്കാൻ പറ്റില്ല. അവരിങ്ങനെ ഇങ്ങനെ അവർക്ക് അറിയാം അത് തെറ്റാണെന്ന്, എന്നാലും അവർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് പറ്റൂല. അത് ക്ലിയറാന്തസ് നല്ല ഇതാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഡോക്ടറെ. അടുത്തത് ഇനി എല്ലാരും സംസാരിച്ചവരെ ആണ് ഹാൻഡ് റൈസ് ചെയ്ത് കാണുന്നത്. ഇനി ആർക്കെങ്കിലും സുജാത ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ ഒരു മിനിറ്റ്, ആ കുട്ടി ചോദിച്ചില്ലേ എന്താണ് ഈ ലേണിംഗ് ഡിസബിലിറ്റിക്ക് അതിന് ഏറ്റവും കൊടുക്കാൻ പറ്റിയ മരുന്ന് ചെസ്റ്റ്നട്ട് ബഡ് ആണ്. ആ കുട്ടിക്ക് അതിനൊരു താല്പര്യം ഉണ്ടാക്കും, പഠിക്കാനായിട്ട് ഒരു താല്പര്യം ഉണ്ടാക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാല് നമുക്കത് ഇത് പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ക്ലിയറാന്തസും കൂടെ കൊടുക്കുകയാണെങ്കിൽ അതുണ്ട്. പിന്നെ ലാർച്ചിന് ഇതുപോലെ തന്നെ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവാൻ, ഇപ്പൊ എത്ര പഠിച്ചാലും എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള തോന്നലുണ്ടെങ്കിൽ ഇത് 3ഉം കൂടെ അവർക്ക് കൊടുക്കാം. ചെസ്റ്റ്നട്ട് ബഡും ക്ലിയറാന്തസും ലാർച്ചും. പരീക്ഷ എന്തോ എക്സാമിനേഷൻ ഫിയറിനൊക്കെ ഇത് മതിയോ? പരീക്ഷ അപ്പൊ അതിന് ഇത് നമുക്ക് കൊടുക്കാം. പിന്നെ ഫിയർ ആണെങ്കിൽ മ്യൂമിലസ് കൊടുക്കുന്നതാണ് നല്ലത്. പക്ഷെ പഠിക്കാനുള്ള താല്പര്യക്കുറവിന് കുട്ടിക്ക് ഇങ്ങനെ കൊടുത്താൽ മതി. കൃഷ്ണ കേട്ടില്ലേ? ആരുടെയോ ടിവി എന്നുള്ള ഇതും കൂടെ ഇങ്ങോട്ട് വരുന്നല്ലോ. സോയ ഈപ്പൻ ഇത് ഹാൻഡ്രൈസ് ചെയ്തിട്ടുണ്ട്. അല്ല, ഒത്തിരി പേര് അവരെല്ലാം ഓരോ റൗണ്ട് ചോദിച്ചവരാണ്. അത് അവര് ഇത് ചെയ്യാത്തായിരിക്കും. ഇപ്പൊ ഉള്ള 4 പേരും ചോദിച്ചവരാണ്. ഇനി ആരെങ്കിലും പുതിയ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിച്ചു. എല്ലാരും ചോദിച്ചവരാണ്, മറ്റേ കൃഷ്ണാനൂപ് ഡോക്ടർ കേട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. മറ്റേ ലേണിംഗ് ഡിസബിലിറ്റിക്ക് 3 മെഡിസിനും. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും? ദേവൻ ഡോക്ടർ ഉണ്ടല്ലോ. ദേവൻ ഡോക്ടറെ
ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ എന്തെങ്കിലും ഉണ്ടോ? ധനേഷിനോട് വളരെ പറയണം നല്ല കേട്ടോ. ക്ലാസ് ആയിരുന്നു. വളരെ വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഞാനും ഈ പവർ റെമഡിയൊക്കെ റെഫർ ചെയ്ത് മാത്രം കൊടുക്കുകയാണ്. ഇങ്ങനെ ഇത്രയും മാത്രം കാണാതെ ഒന്നും പഠിച്ചെനിക്ക് അറിയില്ല. എന്തായാലും നല്ല നല്ല ക്ലാസ് ആയിരുന്നു. റെഫർ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ എനിക്ക് അതിനെ കുറിച്ചുള്ള അറിവ്. അതല്ലാതെ ഇതുപോലെ ഒരു എല്ലാ മരുന്നിന്റെയും ഇങ്ങനെ പറയാനായിട്ട് എനിക്കറിയില്ല. കാരണം അതൊരു എന്തായാലും അത് ചെയ്യണം, അത് ചെയ്യുന്നതിനോട് എനിക്ക് നേരത്തെ തൊട്ട് ഒരു നിലപാടുള്ളതുകൊണ്ട് അത് പവർ റെമഡി ആവശ്യമാണ് മനുഷ്യന് എന്നുള്ളൊരു ഇതുണ്ട്. തീർച്ചയായിട്ടും ഇത് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. കൂടുതലൊന്നും പറയാൻ പിന്നെ ഒന്നാമത്തെ കാര്യം ഇതിന് 39 മരുന്നേ ഉള്ളൂ. അത് നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റും. എളുപ്പമാണ് പഠിക്കാനും. നല്ല രസമാണ് അത് പഠിക്കാനായിട്ട്. ഇതിപ്പോ കേട്ടിട്ട് എന്തായാലും അമ്പാടിയമ്മ ഇത് നല്ല ശരിക്കും യൂസ് ചെയ്യുന്നുണ്ടോന്ന് തോന്നുന്നു. ഞാൻ റെഫർ ചെയ്ത് കൊടുക്കത്തില്ല. റെഫർ ചെയ്ത് ഇപ്പൊ ബൈ ഹാർട്ടായി. ഞാൻ ഇന്ന് വിചാരിച്ചത് ഞങ്ങൾക്ക് ഈ സുഗതൻ സാറ് ഒരു ആർട്ടിക്കിൾ തന്നിരുന്നു, ബാഡ് ഫ്ലവർ റെമഡി ഇൻ സെക്ഷൽ കംപ്ലൈന്റ്സ്. അപ്പൊ അതും സെക്സ് ആൻഡ് ബാഡ് ഫ്ലവർ റെമഡി എന്ന് പറഞ്ഞ ബാഡ് ഫ്ലവർ തെറാപ്പി എന്ന് പറഞ്ഞ മെഡിസിൻ അല്ല ഒരു ബുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച അത് നോക്കിയിട്ട് കുറെ പോയിന്റ് ഒക്കെ എഴുതി പറയാന്നാണ് വിചാരിച്ചത്. അപ്പൊ ശാന്ത പറഞ്ഞു, ശാന്ത കഴിഞ്ഞ ആഴ്ച ഇതാണ് എടുത്തേന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഞാൻ പിന്നെ ചർവിത ചരവടം പോലെ ആവൂലേ, കഴിച്ചത് തന്നെ കേട്ടത് തന്നെ പിന്നെയും കേൾക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് മാറ്റി പിടിച്ചതാ. ബുക്ക് കാണിക്കുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടാ. ബുക്ക് ഒന്ന് കാണിക്കാമോ? ഞങ്ങക്ക് സാറ് തന്നതാ. അത് ശരി. സുഗതൻ സാറ് തന്നതാ എനിക്ക് ശാന്തയ്ക്കും സലീമിനും തന്നിട്ടുണ്ട്. സലീം കുമാറിന്. എനിക്ക് 3 കിട്ടും. വാങ്ങിക്കാൻ കിട്ടുമോ? എവിടെ നിന്ന് കിട്ടും? ബുക്ക് വാങ്ങിക്കാൻ കിട്ടും സാർ. ഞാൻ എപ്പോഴെങ്കിലും ഇതേക്കണ്ട ബുക്ക്. ഇതാണ് ബുക്ക്, നല്ല ബുക്കാ. എന്താ അതിന്റെ പേര്? റെപ്പർട്ടറി ഓഫ് ഫ്ലവേഴ്സ്. സുഗതൻ സാർ എഴുതിയതോ? സുഗതൻ സാർ എഴുതിയതാ. ഓക്കെ. ഭാഗ്യലക്ഷ്മി മാഡം എന്തോ പറയാൻ വേണ്ടി വീണ്ടും ഒന്നുകൂടെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മാഡം സംസാരിച്ചു. അല്ല, എന്റെ ഒരു പേഷ്യന്റ് ഫ്ലവർ റെമഡി ഭയങ്കര ഇഷ്ടമുള്ള ഒരാള് അവിടെ ബാച്ചിന്റെ സ്ഥലത്ത് പോയി അവിടെ നിന്ന് എന്നെ വിളിച്ചു. എനിക്ക് കുറച്ച് ബുക്കുകളൊക്കെ കൊണ്ട് തന്നു. അവിടുത്തെ ഒരു കപ്പ്, അവിടുത്തെ ഉള്ള ഇത് ചായ കപ്പ്, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് ഇപ്പൊ ഈ അടുത്ത കാലത്ത് കൊണ്ട് തന്നു. പുള്ളി ഞാൻ ഇത് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അങ്ങനെ പുള്ളിക്കും അതിനകത്ത് ഇൻട്രസ്റ്റ് വന്നിട്ട് അവിടെ പോയി കോഴ്സ് ചെയ്ത് വന്ന് കുറെ നല്ല കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. നമ്മൾ ഒരിക്കൽ പോണം അവിടെ എന്നാ പറയുന്നത്. നമ്മളിപ്പം ഈ ബാച്ചിന്റെ സ്ഥലം, അത് സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി ഇപ്പം. അവിടെ പുള്ളിയുടെ ഇതൊക്കെ ഉണ്ട് അവിടെ. ഇംഗ്ലണ്ടിൽ തന്നെ ഏതോ ഒരു പ്രത്യേക സ്ഥലത്ത്, ഡെൻമാർക്കിനടുത്തായിട്ടുള്ള ഒരു സ്ഥലമാണ്. എന്റെ സ്ഥലം പേര് ഞാൻ മറന്നുപോയി. അപ്പം അത് അവിടെ പോയിട്ട് ഭയങ്കര ഇതായിട്ട് തന്നു. കുറെ ബുക്കുകൾ വാങ്ങിച്ചോണ്ട് തന്നു എനിക്ക്. പിന്നെ നമ്മൾ അവരോട് ഒത്തിരി ബുക്ക് ഏത് വേണോന്ന് ചോദിച്ചപ്പോ ഇതിന്റെയൊക്കെ വില എന്താന്ന് അറിയാത്തോണ്ട് ഞാൻ പിന്നെ 2-3 പറഞ്ഞുള്ളൂ. അവർക്ക് ഒരുപാട് ഇതാകരുതല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ എന്ത് വേണേലും പറയുന്നു പറഞ്ഞോണ്ട് പറഞ്ഞു. എനിക്ക് അവിടെ നിന്നുള്ള പേന, അങ്ങനെ കുറെ ഇതിന്റെ പേരടിച്ചേ. അപ്പൊ ഭാഗ്യത്തിന് കുറവുള്ള ആളല്ലല്ലോ. ഇംഗ്ലണ്ടിലുള്ള മൗണ്ട് വെർമൺ എന്ന് പറഞ്ഞ സ്ഥലത്തിലാണ് ഇത് ബാഡ് ഫ്ലവേഴ്സ് ഉള്ളത്. ഇംഗ്ലണ്ടിലാണ് ഈ ഡോക്ടറുടെ വീട്. അതെ, ആ സ്ഥലത്തിന്റെ പോയി അവിടെ മറ്റേ അദ്ദേഹത്തിന്റെ തോമ്പൊക്കെ ഉണ്ട് അവിടെ. അതിന്റെ അവിടെയൊക്കെ പോയി അവരൊക്കെ അത് ഭയങ്കര ഭദ്രമായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു ഒക്കെ പറഞ്ഞ് എന്നെ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തന്നായിരുന്നു അവിടെ നിന്ന്. കുഴപ്പമില്ല. നമ്മൾ ഇനിയിപ്പോ അവിടെയൊക്കെ പോവാനിരിക്കല്ലേ ടൂർ അല്ലേ? അപ്പോഴും നമുക്ക് അവിടെയൊക്കെ പോവാം. പിന്നെ വേഗം വേണം. പിന്നെ ഈ ബുക്ക് എവിടാ കിട്ടുന്നതെന്ന് ഒരു ചാറ്റിലൊരു ഒന്ന് എഴുതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സുഗത സാറിന്റെ നമ്പർ തരട്ടെ, ഒന്ന് വിളിച്ചു ചോദിക്കുകയാണെങ്കിലേ. സാർ ഇതിലുണ്ടെങ്കിൽ ഒന്ന് അറ്റൻഡ് ചെയ്തെങ്കിൽ നന്നായിരുന്നു. ഒരു സാറ് കേറിയിട്ടുണ്ടെന്ന് സുഗതൻ KR അങ്ങനെ എന്തോ ഒരു ഇല്ലേ?
സുഗതൻ സാറ് തന്നെ. സുഗതൻ സാർ ഞാൻ പറയട്ടെ, നമ്പർ പറയാം, സാറിന്റെ നമ്പർ ആ. പറയാം. ആ. 8 ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തെങ്കിൽ നല്ലായിരുന്നു. സാർ അല്ലെ പറഞ്ഞാ മതി, എല്ലാരും എഴുതിയെടുത്തു. സാറേ ഒന്ന് എന്തെങ്കിലും അഭിപ്രായം പറയാൻ പറയണു ശൈല അതിന്റെ അഭിപ്രായമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വല്ലതും പറയാൻ പറ്റുമോ? നിങ്ങളെ ഒരുപാട് അഭിപ്രായം പറഞ്ഞു, ഒരുപാട് പറഞ്ഞു, എനിക്ക് അത് വിട്ടൊന്നും പറയാനില്ല. ഇല്ല. ഓക്കെ, താങ്ക് യു സാർ. സാറിന്റെ നമ്പർ കൊടുത്തോട്ടെ ഇവർക്ക് സാറിന് നമ്പർ കൊടുക്കാൻ പറഞ്ഞു. എന്താണ് ഈ ബുക്കിന് വേണ്ടി? ഞാൻ പറയാം, ഞാൻ പറഞ്ഞു കൊടുക്കാം. ഫോൺ നമ്പർ. അതെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം സാർ. 82 81 72 05 46. അല്ല, ഇവരോട് കൊടുത്തോട്ടെ എന്ന് ഞാൻ ചോദിച്ചതാ സാർ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി മനസ്സിലാവും. ഇപ്പൊ നമ്മളൊക്കെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും സാർ. ഇപ്പൊ ഈ പറഞ്ഞ സാറിന്റെ ബുക്ക് ഉണ്ടോ? ഞങ്ങൾക്ക് അയച്ചു തരാൻ പറ്റുമോ? സാർ ആ ബുക്ക് ഉണ്ടോ ഞങ്ങൾക്ക് കുറച്ച് തരാനായിട്ട്? ആ ബുക്ക്, സാറിന്റെ ബുക്ക് ഞങ്ങൾക്ക് തന്നിരുന്നില്ലേ? ഉണ്ടോ? അടിച്ചു വെച്ചിട്ടുണ്ടോ? വേറെ ഉണ്ടോ? ഇപ്പൊ സാറിന്റെ ഉണ്ടോ കോപ്പി? അപ്പൊ ഞങ്ങൾക്ക് വേണ്ടത്, ഇപ്പൊ എല്ലാരും ആവശ്യപ്പെട്ടവര് വേണ്ടത് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് വന്ന് എടുത്തോളാം സാർ. ഞങ്ങൾക്ക് അത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഓക്കെ 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 ഓക്കെ, എനിക്കും വേണം ഒന്ന് കേട്ടോ. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ നമുക്ക് അവര് പറയുകയാണെങ്കിൽ അവർക്ക് ഇത് കൊറിയറിൽ അയച്ചു കൊടുക്കാം സാർ. അല്ലെങ്കിൽ അല്ലേ? സാറല്ല, എന്നാലും നമുക്ക് വെർത്താണല്ലോ സാർ. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഓക്കെ സാർ. ഓക്കെ സാർ. ഓക്കെ സാറേ, നന്ദി. ഓക്കെ സാർ. ഇന്നത്തെ ദിവസം വളരെ മനോഹരമായ ഞാൻ വിളിക്കാം സാർ. ഓക്കെ, നമുക്ക് ഇന്ന് വളരെ മനോഹരമായ ക്ലാസ് എടുത്ത അമ്പാടി അമ്മയ്ക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ഡോക്ടർ സുചേതയെ ക്ഷണി. സുജേത ഡോക്ടറെ. സുജേത ഡോക്ടർ. ഇത്രയും മനോഹരമായിട്ട് കേൾക്കാമോ? കേൾക്കാം. മനോഹരമായിട്ട് റെമഡീസ് എത്രയോ കാലം മുമ്പ് ഇത് കേൾക്കേണ്ടതായിരുന്നു ഇപ്പൊ എനിക്ക് തോന്നുന്നത്. അത്രയും മനോഹരമായിട്ട് അവതരിപ്പിച്ച അമ്പാടി ഡോക്ടർക്ക് എല്ലാ അഭിനന്ദനങ്ങളും. ഇനിയും കൂടുതൽ ക്ലാസ്സുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് തന്നെയല്ല എല്ലാ സബ്ജക്റ്റും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ, അപ്പോ ഇന്നത്തെ മലയാള സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ സമയം 5 മിനിറ്റ് അതിക്രമിച്ചു പോയി. ബുക്സിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ അത് വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഇത്തിരി നീണ്ടുപോയതാണ്. എന്തായാലും ഇന്നത്തെ വളരെ നല്ല ധനേഷ് കൈ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. താമസിച്ചു പോയി. ധനേഷ് ഡോക്ടറെ എളുപ്പം. എന്തുകൊണ്ടും അതിഗംഭീരമായ ഒരു പരിപാടി ഇന്ന് വളരെ വേഗത്തിൽ ഒപ്പിച്ചെടുത്തെന്ന് വേണേൽ പറയാം. കാരണം അങ്ങനെയാണ് ഞാൻ വിളിച്ചതും കാര്യങ്ങളും ഗംഭീരമാക്കിയത്. പക്ഷെ ഞാനിപ്പോ ഹാൻഡ് റൈസ് ചെയ്ത് നമ്മുടെ ആദിവാസമ NSS ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പളും അതുപോലെ തന്നെ മധുവിന്റെ അമ്മ
അതെ, ലക്ഷ്മിക്കുട്ടി അമ്മ അന്തരിച്ചു. അപ്പൊ ഇന്ന് നമ്മള് അതിന്റെ പേരിൽ 1 മിനിറ്റ് ഒരു മൗന പ്രാർത്ഥന നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരോടും. നന്ദി. അപ്പൊ ഇത് എല്ലാവരോടും ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അത് പറയാൻ വേണ്ടി നേരത്തെ. കഷ്ടായി ധനേഷ് ഡോക്ടറെ, ഇത് ആദ്യമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഇല്ല, ഇപ്പോഴെങ്കിലും ഞാനത് പറയാൻ വേണ്ടി ഹാൻഡ് റൈസ് ചെയ്തിരുന്നു, പക്ഷെ ഡോക്ടർ കണ്ടില്ല. കാരണം അതിനു മുമ്പ് ഞാൻ ഡോക്ടറെ ഹോസ്റ്റ് ആക്കി, അതാണ് പറ്റിയത്. അത് കഴിഞ്ഞപ്പോ എന്നെ കോ ഹോസ്റ്റ് ആക്കിയതുമില്ല. എപ്പോഴും ഞാൻ ഡോക്ടറെ കോ ഹോസ്റ്റ് ആക്കുമ്പോൾ അപ്പൊ തന്നെ എന്നെ കോ ഹോസ്റ്റ് ആക്കണം. ഈ ഹോസ്റ്റ് ആക്കുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഈ വെടിക്കെട്ട് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് അത് അത്ര ശ്രദ്ധിച്ചില്ല. ശരി ധനേഷ് ഡോക്ടറെ, അപ്പൊ ഇനി നമുക്ക് അത് നോക്കാം. അപ്പൊ എന്തായാലും വളരെ നല്ല ക്ലാസ് എടുത്ത അമ്പാടിയമ്മയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് മലയാളം സെഷൻ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നമസ്കാരം. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.